അള്ളാഹു കൊടുത്തത്. ആ മറുപടിയാണ് ബൽ ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം എന്ന് പറഞ്ഞത്. ബൽ എന്നാൽ ഇവര് പറഞ്ഞ കാര്യം, എന്നാൽ പിന്നെന്താ കാര്യം? ലഅനഹുമുല്ലാഹു ബികുഫ്രിഹിം, അവരുടെ കുഫർ കൊണ്ട് അള്ളാഹു അവരെ ശപിച്ചതാണ്. എന്ന് വെച്ചാൽ അന്ന ഖുലൂബഹും ലൈസത്ത് ഗുൽഫൻ ലാ തഫ്ഹമുൽ ഹഖ ബിതബാഇഹ, സ്വാഭാവികമായി സ്വയം പ്രകൃതിയാ തന്നെ സത്യം മനസ്സിലാവാത്ത ഗുൽഫല്ല അവരുടെ ഹൃദയങ്ങൾ. പിന്നെ വൈനമ അബഅദഹുല്ലാഹു തആല മിൻ റഹ്മതിഹി, മറിച്ച് അള്ളാഹു അവന്റെ റഹ്മത്തിനെ അവരെ അകറ്റിയതാണ്. അതാണ് വിഷയം. ബിസബബി കുഫ്രി, ഇതുകൊണ്ട് അവരുടെ കുഫർ കാരണം കൊണ്ട്. ആരെ കുറിച്ചുള്ള കുഫർ? ബിൽ അംബിയാഇ സാബിഖീൻ, മുൻകാല പ്രവാചകന്മാരെ കുറിച്ചുള്ള അവിശ്വാസം. അതിന്റെ പേരിൽ അള്ളാഹു അവന്റെ റഹ്മത്തിനെ അവരെ അകറ്റിയതാണ്. അങ്ങനെയാണ് അവർക്ക് ഖൽബിലേക്ക് ഇത് കടക്കാതായത്. അള്ളാഹു തന്നെ അവരുടെ ചെയ്തികൾക്ക് അർഹമായ പ്രതിഫലം കൊടുത്തതാണ്. അപ്പൊ അമ്പിയാക്കളെ അവർ നിഷേധിച്ചതുകൊണ്ടും ഒബിൽ കിതാബിലെ തറക്കുൽ അമലബി, അവർക്ക് അള്ളാഹുർക്ക് കൊടുത്ത കിതാബ് അനുസരിച്ച് അമൽ ചെയ്യാതെ അവർ ആ അമൽ ഒഴിവാക്കി. ആ കിതാബിനെ അവർ ശരിയായി വിശ്വസിക്കാതെ അവിശ്വസിച്ചു. ഹറഫുഹു ഇത്തിബാഅ അഹ്വാഇഹിം, ആ കിതാബിനെ തങ്ങളുടെ ഹവക്കനുസരിച്ച് അവര് ആകെ മാറ്റിത്തിരുത്തൽ വരുത്തി. അതും കുഫ്റാണ്. ഫഹും ഖദ് അനിസു ബിൽ കുഫ്രി വഇൻതബഉ അലൈഹി, അതുകൊണ്ട് തന്നെ കുഫറുമായിട്ട് അവർ വലിയ ഉൻസിലായിട്ടുണ്ട്, വലിയ അണക്കത്തിലും അടുപ്പത്തിലായിട്ടുണ്ട്. ആ കുഫറിന്റെ തബീഅത്ത് അവർ ഉൾക്കൊള്ളുകയും അഥവാ അത് പ്രകൃതമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഫകാന ദാലിക സബബൻ ഫീ ഹിർമാനിഹിം മിൻ ഖബൂൽ റഹ്മത്തിൽ കുബ്ര, ഇതൊക്കെയാണ് വലിയ റഹ്മത്ത് സ്വീകരിക്കുന്നതിന് അവർക്ക് അത് തടയപ്പെടാൻ കാരണമായത്. ബിജാബത്തി ജാബത്തി ഖാതമിൻ നബിയീൻ, എന്താണ് റഹ്മത്ത്? അന്തിമ പ്രവാചകന്റെ പ്രാർത്ഥനക്ക് ഉത്തരം എന്ന് പറയുന്ന ആ വലിയ റഹ്മത്ത്. ഇവര് നിർമ്മലത്തിലാവണം എന്നുള്ള പ്രാർത്ഥന അവരുടെ കാലത്ത് സ്വീകരിക്കപ്പെടാതിരിക്കാൻ ഇവരുടെ ഈ ചെയ്തികളൊക്കെയാണ് കാരണമായി ഭവിച്ചത്. ഹദഹുമാന ലഅൻ, ഈ ലഅൻ എന്ന് പറഞ്ഞ ആശയം ഇതാണ്, റഹ്മത്തിന് അകറ്റുക എന്നുള്ള അർത്ഥമാണ്. വഖദ് ദുകിറത്ത് മാഹു ഇല്ലത്തു, അള്ളാഹുവിന്റെ ലാനത്ത് ഉണ്ടായതിന് അതിന്റെ കൂടെ കാരണം കൂടി പറയപ്പെട്ടു. എന്തിനാ പറഞ്ഞത്? ലി ഉലമ അന്നഹു ജറ അലാ സുന്നത്തില്ലാഹി തആല ഫിൽ അസ്ബാബ് വൽ മുസബ്ബബാത്ത്, അതായത് ഈ സംഭവം ഉണ്ടായത് കാര്യകാരണ ബന്ധങ്ങളുടെ രൂപത്തിലാണ്. അള്ളാഹുവിന്റെ സുന്നത്താണ് ഇവിടെ ഉള്ളത്, കാര്യകാരണ ബന്ധം. അപ്പൊ അവര് ലാനത്തിന് ഇടയാക്കുന്ന കാരണങ്ങൾ ഉണ്ടാക്കിയപ്പോഴാണ് ലാനത്ത് എന്ന കാര്യം അവർക്ക് വന്നത്, അല്ലാതെ അള്ളാഹു അവരോട് ദുൽമ ചെയ്തതല്ല. വഅന്നല്ലാഹ ലം യദ്ലിംഹും ബിഹാദ, ലാനത്ത് എന്നുള്ള അള്ളാഹു അവരോട് ദുൽമായി ചെയ്ത് വെച്ച സംഗതിയല്ല, മറിച്ച് അവരതിനുള്ള സബബുണ്ടാക്കി. അപ്പം മുസബ്ബബായ ലാനത്ത് ഉണ്ടായി. അങ്ങനെ ലാനത്ത് മുസബ്ബബാത്ത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായത് തന്നെയാണ് അറിയാൻ വേണ്ടി കൂടിയാണ് ആ ഇല്ലത്തും കൂടി പറഞ്ഞത്. മറിച്ച് ഇപ്പൊ അള്ളാഹു ശപിച്ചു എന്ന് പറഞ്ഞാൽ മതി. എന്തിനു ശപിച്ചു എന്ന് പറയുന്നത് എന്തിനാ? ഈ കാര്യം ഇതാണ് ബോധ്യപ്പെടുത്താനാണ്. അള്ളാഹു ദുൽമ ചെയ്തതല്ല. പിന്നെയോ വൈന്നമാ വലമു അൻഫുസഹും, അവർ തന്നെയാണ് ദുൽമ ചെയ്തത്. എങ്ങനെയാണ്? കുഫർ അല്ല യസ്തഖ്ബിൽ കുഫർ, കുഫർ പിന്നാലെ കുഫർ, ഒരു കുഫർ അതിന്റെ പിന്നാലെ അടുത്ത കുഫർ. അങ്ങനത്തെ കുഫർ കൊണ്ട് അവരുടെ ദുൽമുൻ നഫ്സ് അവർ സ്വയം വരുത്തിയ ദുൽമാണ്. ലിസിയാൻ അല്ല യജ്രി ഇല തമാദി ഫിൽ ഇസ്തിയാൻ, യജുറു സോറി ലിസിയാൻ അല്ല യജുറു ഇല തമാദി ഫിൽ ഇസ്തിയാൻ. അതേപോലെ അവരുടെ ധിക്കാരം, ആ ധിക്കാരം എന്ന് പറഞ്ഞാൽ ധിക്കാരത്തിൽ തന്നെ തുടർന്നതിലേക്കാണ് അവരെ വലിച്ചുകൊണ്ട് പോകുന്നത്. ധിക്കാരത്തിന് ഒരിക്കലും രക്ഷപ്പെടാത്ത വിധമായി തന്നെ തുടരാൻ അവരെ വലിച്ചുകൊണ്ട് പോകുന്ന ധിക്കാരം, അതാണ് ഉണ്ടായത്. ഇൻസാൻ, ഇങ്ങനെയാണല്ലോ മനുഷ്യന്റെ സ്വഭാവത്തിലുള്ള ഒരു രീതി. ആ രീതിയാണ് അവരിൽ ഉണ്ടായത്. കുഫ്രി, ഇവിടെ കുഫ്ർ എന്നുള്ള കാരണം ചൂണ്ടിക്കാട്ടിയിട്ട് അവർക്ക് ലാനത്തുണ്ടായ കാര്യം പരാമർശിക്കപ്പെട്ടപ്പോൾ തശ്ശീരി അമാലിഹി സാബിഖ, ഏതാണത്? അവർ മുന്നേ ചെയ്ത അമലുകളുടെ തശ്ശീറിന്റെ ഫലമായിട്ടുണ്ടായ കാര്യമാണത് ഈ പറഞ്ഞ കുഫ്ർ. ഈ അംഫുസിയും അവരോട് തന്നെ ചെയ്ത കാര്യങ്ങളുടെ ഫലം. ആ കൗമ് അവിശ്വാസികളല്ല എന്നുള്ള തോന്നൽ ഹൃദയത്തിൽ അല്പവും ചിന്തയായിട്ട് വരും. ബൽ മുഅ്മിനീന ബില്ലാഹി വ കിതാബിഹി വ റസൂലിഹി, പക്ഷെ അവർ അള്ളാഹുവിനെ വിശ്വസിക്കുന്നു, കിതാബിനെ വിശ്വസിക്കുന്നു, ദൂതന്മാരെ വിശ്വസിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അവർ മുഅ്മിനീങ്ങൾ തന്നെയാണല്ലോ എന്നുള്ള തോന്നൽ അല്പം ഹൃദയത്തിൽ വരും. പക്ഷെ അള്ളാഹ് അവരെ കുഫ്റെന്ന് വിശേഷിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇസ്തദ്റക, അള്ളാഹു തആല വീണ്ടെടുത്തുകൊണ്ടും പറഞ്ഞു ഖലീലമ്മ യുഅ്മിനൂൻ, ഖലീലമ്മ, വളരെ കുറച്ചേ അവർ വിശ്വസിക്കുള്ളൂ. അപ്പൊ ഈ കുറച്ചേ വിശ്വസിക്കുള്ളൂ ഈ കുറവ് എന്തിനാണ് പറയുന്നത്? അവർ കുറച്ചാളെ വിശ്വസിക്കുള്ളൂ എന്നാണോ, അതോ കുറച്ച് കാര്യമേ വിശ്വസിക്കുള്ളൂ എന്നാണോ? അതിൽ ചർച്ച ഉണ്ട്.
അതിനെ കുറിച്ചാണ് പറയുന്നത്. വൈനമൽ ഖില്ലത്ത് ബിൽ ഈമാൻ, ഈ ഖില്ലത്തുള്ളത് ഈമാനിന്റെ കാര്യത്തിലാണ്, വിശ്വാസത്തിന്റെ കാര്യത്തിൽ. അവര് ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങളും ശരീരത്തിന്റെ വിധിവിലക്കുകളും വിശ്വസിക്കുന്ന കാര്യത്തിൽ വളരെ ഖലീലാണ് അവരുടെ നിലപാട് എന്നുള്ളതാണ് ഉദ്ദേശം. ഈമാൻ, പിന്നെ ഈമാനിന്റെ കാര്യത്തിൽ ഉള്ള ഒരു ദൃഢബോധ്യം ഉണ്ടല്ലോ, അതുമായി തുലനം ചെയ്യുമ്പോഴും അവർ വളരെ ലൈഫാണ്, വളരെ ഖലീലാണ് അവരുടെ ഈമാൻ. ഫിൽ ഫിക്രി വൽ വിജ്ദാൻ, പിന്നെ ആ ഈമാനിനെ തങ്ങളുടെ ചിന്തക്കും തങ്ങളുടെ വികാരത്തിനും ഹാക്കിമാക്കണം. ചിന്തയെയും വിജ്ദാനെയും ഭരിക്കുന്ന ഹാക്കിമാക്കേണ്ടതുണ്ട് ഈമാനിനെ. ആ കാര്യത്തിലും അവർ വീക്കാണ്, അതിലും അവർ വളരെ കുറവാണ്. അപ്പൊ അവിടെയൊക്കെ കുറവാണ് എന്നുള്ളതാണ് ഖലീലൻ മാ യുഅ്മിനൂൻ എന്ന് പറഞ്ഞത്. ഈ ഖൗമ് അള്ളാഹുവിന്റെ നിയമ നടപടിക്രമങ്ങളെ മൊത്തത്തിൽ അംഗീകരിച്ചിരുന്നു. അതേപോലെ ആ ശരീഅത്ത് പറയുന്ന പദങ്ങളുടെ ലാഹിർ എന്താണോ തരുന്നത് അതിൽ നിന്ന് പ്രകടമായി ലാഹിറായി കിട്ടുന്ന അർത്ഥം അതും അവരിങ്ങനെ പുറമേക്ക് അംഗീകരിച്ചിരുന്നു. വലാകിന്നഹും, എന്നാ പിന്നെ എന്താ ഉണ്ടായത്? ലം യൽബസുഹ മുഫസ്സലതൻ തഫ്സീല, ഈ ശരീഅത്തിനെ അവർ വിശദമായ രീതിയിലുള്ള ഒരു ലിബാസായിട്ട് അംഗീകരിച്ചില്ല. ശരിക്കും ആ വസ്ത്രം അവരെടുത്ത് അണിഞ്ഞില്ല. വലം യഫ്ഖഹു ഹികമഹ വഅസ്റാറഹ, മാത്രമല്ല ശരീഅത്തിന്റെ ഹിക്കം, തത്വങ്ങൾ, അസ്റാർ, അതിന്റെ പിന്നിലുള്ള യുക്തി, രഹസ്യം, അപ്പൊ ശരീഅത്തിന്റെ അള്ളാഹുവിന്റെ നിയമ നടപടിക്രമങ്ങളുടെ തത്വങ്ങളും രഹസ്യങ്ങളും യുക്തികളും മനസ്സിലാക്കാനും അവർ മുന്നോട്ട് വന്നില്ല. ഫലം യകുല്ലഹ സുൽത്താനുൻ അലാ ഖുലൂബിഹിം, ഇതിനൊന്നും അവരുടെ കൽബിൽ യാതൊരു സ്വാധീനവും ഉണ്ടായില്ല. വലം തകുൻ ഹിയൽ മുഹർരികത ലിഇറാദതിഹിം ബി അമാലിഹിം, ഇതൊന്നും തന്നെ അവരുടെ അമലുകളിൽ അവർക്ക് ഒരു ഇറാദത്ത് ഉണ്ടാക്കാൻ, ഒരു പ്രേരണ ചെലുത്താൻ അല്ലെങ്കിൽ ചലിപ്പിക്കാൻ മതിയായതായിരുന്നില്ല. അമല് ചെയ്യാനുള്ള ഒരു ഇറാദത്ത്, മുറാദ് വരണ്ടേ. മുറാദ് വരണമെങ്കിൽ ഈമാൻ വേണം. അങ്ങനത്തെ ഒരു ചാലകശക്തിയായിട്ടുള്ള ഈമാൻ അവർക്ക് വന്നിട്ടില്ല എന്നർത്ഥം. ഇന്നമാക്കാൻ ഹവാവശവ, പിന്നെയോ അവരുടെ ഇറാദത്തിനെ പിന്നെ ഇളക്കിയിരുന്നത് അവരുടെ ഇച്ഛകൾ മാത്രമാണ്, അല്ല ഈമാനല്ല. അവരുടെ ആഗ്രഹങ്ങളും ഇച്ഛകളും മാത്രം. വയസ്രിഫുഹ, അതിനെ മുന്നോട്ട് തിരിച്ചത് അല്ലെങ്കിൽ തിരിച്ചു വിട്ടത് ആനിലുൽ ലദ്ദ, ആനന്ദം എന്നൊരു ഘടകമാണ്. അപ്പോഴത്തെ ആനന്ദം എന്താണോ ആ ഒരു ഘടകം മാത്രമാണ് അവരിൽ വർക്ക് ചെയ്തത്, വേറൊന്നും വർക്കൗട്ട് ആയില്ല. അപ്പൊ ഈമാൻ ഇന്നമാക്കാൻ എന്തഹും ഖൗലൻ ബിൽ ലിസാൻ, പിന്നെ എന്താണ് അവരുടെ ഈമാൻ എന്ന് പറഞ്ഞാൽ, അവരുടെ ഈമാൻ എന്ന് പറഞ്ഞത് നാവുകൊണ്ടുള്ള വർത്താനം മാത്രം, ഞങ്ങൾ മിനിങ്ങളാണെന്നുള്ള വർത്താനം മാത്രം. വറസൂമൻ യലുഹ ഫിൽ ഖയാൽ, പിന്നെ അവരുടെ ഭാവനയിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ചില ചിത്രങ്ങളും, ചില ഭാവന ചിത്രങ്ങൾ, അല്ല യാഥാർത്ഥ്യമായിട്ടുള്ള ഈമാനില്ല. തുകല്ലിബുൽ അമാലു, ആ ഭാവനയിലുള്ള ഈമാനിന്റെ അമലുകൾ തന്നെ കളവാക്കുന്നുണ്ട്, അഥവാ അമലുകൾ അതിന് സത്യപ്പെടുത്താനില്ല. തത്മിസു സജായ, അവരുടെ സജീയത്ത്, അവരുടെ തബിയത്ത് അതിനെ വായിച്ചു കളയുന്നുണ്ട്. ഏത് സജീയ? റാസിഖ, അവരുടെ ഉള്ളിൽ വേരുറച്ച ആ പ്രകൃതി. പിന്നെ ഖിലാൽ, ഖിലാൽ എന്ന് പറഞ്ഞാല് പിന്നെ ഖുല്ലത്ത് എന്ന വാക്കുണ്ട്, ഖല്ലത്ത് എന്നുള്ള വാക്കുണ്ട്. അപ്പോ ഖല്ലത്ത് പറഞ്ഞാല് ഗുണം അല്ലെങ്കിൽ പിന്നെ സിഫത്ത് എന്നുള്ള അർത്ഥം, അതിന്റെ ജമ്മാണ് ഖിലാൽ വേണം. ഖുല്ലത്ത് പറഞ്ഞാല് പിന്നെ സൗഹൃദം അല്ലെങ്കിൽ സൗഹൃദം എന്നുള്ള അർത്ഥമാണ്. ഖലീല് കൂട്ടുകാരൻ എന്ന് പറയും, അതിനാണ് ഖുല്ലത്ത്. മറ്റേ ഖല്ലത്തിന്റെ ജമ്മാണ് ഖിലാൽ. അപ്പൊ അവരുടെ സ്വഭാവങ്ങളും അതേപോലെ അവരുടെ ഉള്ളിൽ മുടറച്ച സജീയത്തുകളും ഒക്കെ ഈ ഈമാനിനെ മായ്ച്ചു കളയും. അഥവാ ഈമാൻ ഒട്ടും പ്രഭാവം ചെലുത്തുന്ന ഈമാൻ അല്ല, ഒരു തൊള്ളപ്പറച്ചിന്റെ ഈമാൻ മാത്രമാണ് നടന്നത്. വഹാദഹുൽ ഈമാൻ അല്ലദീ ലാ ഖീമത ലഹു ഇൻദല്ലാഹി തആല, ഈ ഈമാനാണ് അള്ളാഹുവിന്റെ അടുക്കൽ യാതൊരു വാല്യൂയും കൽപ്പിക്കപ്പെടാത്ത ഈമാൻ. വമിനൽ അജ്ർ അൻ നറാ ആയത്തുൽ ഖുർആൻ തുബ്തിലുഹു ബിൽ ഹുജജിൽ ഖയ്യിമ വൽ അസാലിബിൽ മുഅസ്സിറ വഅഹ്ലുൽ ഖുർആൻ ദാലിക ഗാഫിലൂൻ വഖലീലുൻ മാ യതബിറൂൻ വയതദക്കറുൻ. ഇവിടെ റസൂലുള്ളാഹി പറയാം, വമിനൽ അജ്ർ, വളരെ പുതുമയുള്ള ഒരു സംഗതി ആണ്, അൻ നറാ ആയത്തുൽ ഖുർആൻ തുബ്തിലുഹു ബിൽ ഹുജജിൽ ഖയ്യിമ, ഇവരുടെ ഈ വാദമുഖങ്ങളെ, അവരുടെ ഈമാനിനെയൊക്കെ അത് ബാത്തിലാണെന്നുള്ള വളരെ മൂല്യവത്തായ തെളിവിലൂടെയാണ് ഖുർആൻ അത് ബാത്തിലാണ് തെളിയിക്കുന്നത്. വളരെ മൂല്യവത്തായ തെളിവുകളിലൂടെയാണ് അത് അനർത്ഥമാണ്, അയഥാർത്ഥമാണ് തെളിയിക്കുന്നത്. അതുപോലെ അസാലിബിൽ മുഅസ്സിറ, വളരെ ഉണ്ടാക്കുന്ന, നമ്മളെ സ്വാധീനിക്കത്തക്ക രീതിയിലുള്ള ശൈലിയും ഉപയോഗിച്ചുകൊണ്ടാണ് അള്ളാഹു ഇതിനെ ഖണ്ഡിച്ചു വിടുന്നത്. എന്നാൽ
ദൗർഭാഗ്യം എന്താ വെച്ചാൽ ഖുർആൻ എന്ന ദാലിക ഗാഫിലുൻ, ഖുർആനിന്റെ ആൾക്കാർ എന്ന് പറയുന്ന കൗമ് ഈ വിഷയത്തിൽ ഇങ്ങനെ അശ്രദ്ധരാണ്. ഖലീലമായ വളരെ കുറച്ച് മാത്രമേ അവർ ഗുണപാഠം പഠിക്കുകയും കാര്യങ്ങൾ ചിന്തിച്ച് ഉൾക്കൊള്ളുകയും ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. ഇനി ഒരു പദചർച്ചയും കൂടി നടക്കുന്നുണ്ട് ഖലീലമ്മ എന്നുള്ള മായ സംബന്ധിച്ച്. മബാഹിസില്ലായ ഈ ആയത്തിൽ ഒരു പദ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇവിടെ ഖലീലമ്മിനുൻ എന്ന് പറഞ്ഞാൽ ആ വാക്ക് പ്രത്യേകിച്ച് അർത്ഥമല്ല, അതൊരു ജായിദായ വാക്ക് മാത്രമാണ് എന്ന് കുറെ മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഒമാഹിയ ബി ജായിദ വിഫാഖൻ ലി ജരീർ അത്തബരി, പൗരാണിക പ്രമുഖ വ്യാഖ്യാതാവായ ഇബ്നു ജരീറിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് യോജിച്ച് പറയുമ്പോൾ അതൊരു ജായിദല്ല. ഇതിന്റെ അഭിപ്രായം ഒരു ജായിദായ വാക്കല്ല. എന്നാൽ അവർ ജല്ലൽ ഖുർആൻ അൻ യകൂന ഫീഹി കലീം ജായിദ, ഖുർആനില് ഈ ജായിദത്തായ കലിമത്ത് ഉണ്ടാകുക എന്നുള്ളത് ഖുർആനിന്റെ മഹത്വത്തിന് യോജിക്കുന്നതല്ല. ഖുർആൻ അതിനേക്കാളും ജലീലാണ്. ഇത് അർത്ഥമല്ലാത്ത കുറെ വാക്കുകൾ ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞതിനേക്കാൾ ഖുർആൻ എത്രയോ മഹത്വത്തിലാണ്. അപ്പൊ ഖുർആന്റെ ഓരോ വാക്കിനും കൃത്യമായ ഉദ്ദേശം അർത്ഥമുണ്ട് എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് വെറുതെ ഒരു മാ ഉണ്ടാവില്ല. അപ്പൊ ഇന്നമാ തേർത്തി മാ ഹാദിഹി, ഈ മാ വന്നിരിക്കുന്നത് ലിഫാദത്തിൽ ഉമൂം താറത്തൻ ഒരു തഫ്ഹീമി ചെയ്യും താറത്തൻ, രണ്ട് കൽക്ക് വരും. ഒന്ന് ഉമൂമിന്റെ അർത്ഥം, എല്ലാത്തിനും വ്യാപകമായിട്ട് അത് ബാധകമാണുള്ള അർത്ഥം കൊണ്ടുവരാൻ വേണ്ടി മാ വരും. പിന്നെ കാര്യം ഒന്നുകൂടി കട്ടി കൂട്ടി പറയാൻ, തഫ്ഹീമാക്കി പറയാനും മാ പ്രയോഗം ഉണ്ടാവും. ഇവിടെ ഇബ്നു ജരീർ തബരി വ്യാഖ്യാനിക്കുന്ന എങ്ങനെ വെച്ചാൽ, ഇതുപോലുള്ള സ്ഥാനത്ത് മാ കൊണ്ടുവരുന്നത് ഒരു പുതിയ കലാമിന്റെ മുക്തദ എന്നുള്ള ആൾക്കാണ്. അതാവട്ടെ യുഫീദുൽ വമൂമ, ആമായിട്ട് ഉള്ള ആശയം വരുത്തുന്ന ഒരു കലാം, അതിന് മുക്തദ എന്നുള്ള ആൾക്കാണ്. അപ്പൊ എങ്ങനെ? ഉദാഹരണം ഈമാനൻ ഖലീലൻ ദാലികൽ ലദീ യുഅ്മിനൂൻ എന്നാണ്. ഖലീലൻ മാ യുഅ്മിനൂൻ എന്ന് പറഞ്ഞാൽ ഈമാനൻ ഖലീലൻ ദാലികൽ ലദീ യുഅ്മിനൂൻ, അവർ വിശ്വസിക്കുന്ന വിശ്വാസം ഉണ്ടല്ലോ അത് വളരെ ഖലീലായ ഈമാനാകുന്നു. ദാലിക എന്ന് പറഞ്ഞാൽ അവിടെ അതാണ് മാ, അവർ വിശ്വസിക്കുന്നതായ ഈമാൻ. മുക്തദ ഖബറില്ലേ, പാചകത്തിലെ മുക്തദ ഖബർ, എന്താ മലയാളം പറയൽ ആഖ്യായം എന്തോ ഒരു വാക്കില്ലേ, സാധാരണ നേരത്തെ സൂചിപ്പിച്ച വാക്കോ? അതെ, അല്ല സാധാരണ ഒരു വാക്ക് പറയുമ്പോഴേ പിന്നെ അൽ വർദത്തു ജമീലത്തുൻ, പൂ ഭംഗിയുള്ളതാണെന്ന് പറയുമ്പോൾ നമ്മൾ പൂവിനെ പറ്റി പറയുന്നു, പൂവിനെ പറ്റി ഭംഗിയുള്ളതെന്ന് പറയുന്നു. അപ്പൊ പൂവിനെ അറബിയിൽ മുക്തദ എന്ന് പറയും, ഭംഗിയുള്ള എന്നുള്ള ആ രണ്ടാമത്തെ വാക്ക് അതിന്റെ ഖബർ എന്നും പറയും. അൽ വലതു താലിബുൻ, ഈ കുട്ടി വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ കുട്ടി എന്നുള്ളത് ആണ് മുക്തദ, താലിബ എന്നുള്ളത് ഖബർ. അതിന് മലയാളം ഒരു വാക്കുണ്ട്, എനിക്ക് ഓർമ്മല്ല. അപ്പൊ ഇതൊരു മുക്തദയാണ് എന്ന നിലക്കുള്ള വ്യാഖ്യാനാണ് പറഞ്ഞത്. അപ്പൊ ഖലീഫ ഈമാനൻ ഖലീലൻ ദാലികൽ ലദീ യുഅ്മിനൂന ബിഹി, അവർ ഉൾക്കൊള്ളുന്ന ഈമാൻ ഉണ്ടല്ലോ അത് വളരെ ഖലീലായ ഈമാനാകുന്നു എന്നാണ് അതിന്റെ ഒരു വ്യക്തമായ രൂപം. അത് ചുരുക്കി പറഞ്ഞാണ് ഖലീലൻ മാ യുഅ്മിനൂൻ. അങ്ങനെ അത് ആമായിട്ടുള്ള അർത്ഥത്തിൽ എടുക്കുന്നു. ഇനി കട്ടി കൂട്ടി പറഞ്ഞ ആശയത്തിന് ഗാംഭീര്യം കൂട്ടാൻ തഫ്ഹീമിന് പറയുന്നുണ്ട്. തഫ്ഹീം തഫ്ഹീം, ഒരു സംഗതി തഫ്ഹീമാക്കി അഥവാ ഗൗരവം കൂട്ടി കട്ടി കൂട്ടി പറയാൻ വേണ്ടിയുള്ള പ്രയോഗം. അത് ഇതുപോലെ നിങ്ങൾ അവരോട് അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് കൊണ്ടാണ് പ്രത്യേകിച്ചും ലൈനായി ലോലമായി പെരുമാറിയത് എന്ന് പറഞ്ഞു. അതായത് ഒരു യുദ്ധത്തില് പരാജയത്തിനിടയാക്കിയ അച്ചടക്കലംഘനം കാണിച്ച ആൾക്കാരുടെ വിഷയത്തിനാണ് ഈ ആയത്തിൽ. അവിടെ അള്ളാഹു പറഞ്ഞ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നുള്ള ഒരു റഹ്മത്ത് കൊണ്ടാണ് ലിൻത, നിങ്ങൾ ലീനായി പെരുമാറി. ലയ്യൻ എന്ന് പറഞ്ഞാൽ ലോലമായുള്ള പെരുമാറ്റം. അവരോട് നിങ്ങൾ ലീന് കാണിച്ചത് അള്ളാഹുവിന്റെ പ്രത്യേക റഹ്മത്തുണ്ട്. അപ്പൊ ആ ബിമാ റഹ്മത്തുള്ള മാ ഉണ്ടല്ലോ, അതിന് ഫബി സബബി റഹ്മത്തിൻ അലീമത്തി ഷഅൻ, അലീമത്ത് ഷഅനായ വളരെ വലിയ പ്രാധാന്യമുള്ള ഒരു റഹ്മത്ത് കാരണത്താലാണ് ഹസ്സക അല്ലാഹു ബിഹാ, അതും അള്ളാഹു നിങ്ങൾക്ക് പ്രത്യേകം തന്നതായിട്ടുള്ള റഹ്മത്ത്, മറ്റാർക്കും ഇല്ലാത്ത നിങ്ങൾക്ക് അള്ളാഹു പ്രത്യേകം നൽകിയിട്ടുള്ള വലിയ പ്രാധാന്യമുള്ള റഹ്മത്ത് കൊണ്ടാണ് ലിൻതലഹും അലാ മാ ലഖീത മിൻഹും, അവരിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ച വളരെ തിക്താനുഭവം ഉണ്ടായിട്ടും നിങ്ങൾ അവരോട് ലോലമായി പെരുമാറിയത് എന്നാണ് അവിടെ അർത്ഥം. ബയ്യന തആല ഹാദിഹി റഹ്മ,
ഈ റഹ്മത്ത് എന്താന്നുള്ളത് അള്ളാഹു താല വേറെ ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സൂറത്ത് തൗബയുടെ അവസാനം നബിയെ പറ്റി വിശ്വാസികളോട് അദ്ദേഹം കൃപയുള്ള ആളാണ്, റഹ്മത്തുള്ള ആളാണ് എന്ന് പറഞ്ഞു. പിന്നെ എല്ലാവർക്കും അറിയുന്ന മറ്റൊരായത്താണ് ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സകല ആലമുകൾക്കും, മനുഷ്യലോകം, ജന്തുലോകം, അങ്ങനത്തെ ഏത് ലോകം എടുത്താൽ ആ ആലമുകൾക്കൊക്കെയും റഹ്മത്തായിട്ടല്ലാതെ നിങ്ങൾ നാം അയച്ചിട്ടില്ല എന്ന് പറയുന്ന അതിവ്യാപക അർത്ഥത്തിലുള്ള റഹ്മത്ത്. അപ്പൊ ആ റഹ്മത്തിന്റെ ഉടമയാണ് നബി. അപ്പൊ അങ്ങനത്തെ ഒരു റഹ്മത്തുള്ളത് കൊണ്ടാണ്, സവിശേഷ റഹ്മത്തുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അവരോട് ലയ്യനായി പെരുമാറാൻ കഴിയും. എത്രമാത്രം ക്രൂരത പിന്നെ കാട്ടിയിട്ടും അതായത് കടുത്ത അച്ചടക്കലംഘനം വരുത്തി ഒരു വിജയകരമായ യുദ്ധം കടുത്ത പരാജയമായി വളരെയേറെ പ്രഗത്ഭരായ സഹാബികളുടെ ഷഹാദത്തിനിടയാക്കിയ രീതിയിലൊക്കെ ആക്കിയത് ഇവരാ കുന്നുമെന്ന് പോരരുത് എന്നത് പോന്ന് അച്ചടക്കലംഘനം കാണിച്ചാണ്. അപ്പോ എന്നിട്ട് അവരോട് നിങ്ങൾക്ക് സോഫ്റ്റായി പെരുമാറാൻ കഴിഞ്ഞത് നിങ്ങളുടെ അള്ളാഹു പ്രത്യേകം നൽകിയ റഹ്മത്ത് കൊണ്ടാണ്. ഇതാണ് വിഷയം. അപ്പൊ അവിടെ എന്താണ് മാ എന്നുള്ള റഹ്മത്ത് എന്നുള്ളത് പിന്നെ തഫ്ഹീമാണ്. അതിന് മുമ്പ് നമ്മൾ വിശദീകരിച്ചത് താമീമാണ്, വ്യാപക അർത്ഥത്തിൽ. മറ്റേത് ഘനം കൂട്ടി അല്ലെങ്കിൽ ഗൗരവം കൂട്ടി പ്രാധാന്യം കൂട്ടി പറയാൻ വേണ്ടി. ഇങ്ങനെ രണ്ടിനും മാ ഉണ്ടാവും. അപ്പൊ ഏതെന്നാൽ എന്തല്ല, ഒരു മാ ജായിദായിട്ട് പ്രയോഗിച്ചതാണ് എന്നുള്ള അത് പറ്റില്ല അർത്ഥം. നമ്മളിപ്പോ ഇംഗ്ലീഷിലൊക്കെ ചില വാക്ക് സൈലന്റാന്ന് പറയല്ലേ. ഇപ്പോ ഹു ഈസ് സൈലന്റ് ഇൻ പാർലമെന്റ് എന്ന് വെച്ചാൽ പണ്ട് ഞങ്ങള് 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു ഇംഗ്ലീഷ് മാഷ്, അപ്പൊ ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ പ്രതിപക്ഷം, ഭരണപക്ഷം, സ്പീക്കർ അത് ഇതൊക്കെ പറഞ്ഞപ്പോ അതൊന്നും ശരിയല്ല, പിന്നെ നിങ്ങൾ പറയുക എന്നപ്പോ ആയി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇയാളെന്നെ പാർലമെന്റിൽ പോയി വിചാരിച്ചു നമ്മള്. അപ്പൊ പാർലമെന്റ് എന്നല്ല നമ്മൾ പറയുന്നത്, എഴുതുന്നത് പാർലിമെന്റ് എന്നാണ്, അഥവാ ആയി സൈലന്റ് ആണ്. ഇങ്ങനെ സൈലന്റ് ആയ കുറെ അക്ഷരങ്ങള്, ആവശ്യമില്ലാത്ത കുറെ വാക്കുകൾ, ഇതൊക്കെ സാധാരണ ഉണ്ട്. പക്ഷെ ഖുർആൻ അതിന് മുക്തമാണെന്നാണ് ഇവിടെ പറഞ്ഞത്. ഖുർആനിലൊന്നും ആവശ്യമില്ലാത്ത ഉണ്ടാവില്ല. ഇപ്പൊ ഈ ഒരു രീതിയിലുള്ള വ്യാഖ്യാനമാണ് ഉസ്താദുൽ ഇമാം അഥവാ മുഹമ്മദ് അബ്ദു എന്നുള്ളതിന് നൽകിയിട്ടുള്ളത്. തെരഞ്ഞെടുത്ത് വ്യാഖ്യാനതാണ്. എന്നാൽ ഹുനാക വജ്ഹുൻ ആഖർ, വേറൊരു ന്യായം കൂടി, ഒരു പിന്നെ വ്യാഖ്യാനം കൂടി ഇവിടെ പറയാം. അത് അവറദഹു ഇബ്നു ജരീർ തഫ്സീർ, ഇമാം ഇബ്നു ജരീർ തഫ്സീറിൽ ഉദ്ധരിച്ചതാണ്. എന്താ വഹു അന്നഹു ലാ യുമിൻ ബിൻ നബി വമാ ജാഅ ബിഹി ഇല്ലാ ഖലീലുൻ മിൻഹും. അതിന്റെ അർത്ഥം എന്താ? നബിയിലും അദ്ദേഹം കൊണ്ടുവന്ന സത്യത്തിലും അവരുടെ കൂട്ടത്തിലെ വളരെ തുച്ഛം പേരെ വിശ്വസിക്കുള്ളൂ. അപ്പൊ ഖലീലൻ മാ യുമിനൂൻ, അവർ കുറച്ചേ വിശ്വസിക്കുള്ളൂ, അങ്ങനെ കുറച്ച് ആളുകളെ വിശ്വസിക്കുള്ളൂ എന്നുള്ള അർത്ഥം ഇബ്നു ജരീറിന്റെ വ്യാഖ്യാനത്തിലുണ്ട്. ഈ ഒരു ന്യായത്തിലാകുമ്പോൾ ആ ഇസ്തിദ്റാക്ക് പിന്നെ പറഞ്ഞതിന് കൊണ്ടെടുത്തുകൊണ്ടുള്ള പിന്നുള്ള പ്രയോഗം കൂടുതൽ വ്യക്തമാണ്. ബയ്യന, അള്ളാഹ് പറഞ്ഞല്ലോ അന്നഹു മുസ്തഖിറ, അവരില് സ്ഥിരമായി നിൽക്കുന്ന ആ നിഷേധഭാവം, വൈസുയാനഹുൽ മുസ്തമിർ, നിരന്തരമായിട്ട് അവരോടൊപ്പം പോരുന്ന അനുസരണക്കേട്, കാന സബബൻ ഫീ ലാനിഹിം വൈബാദിഹിം, ഇത് രണ്ടുമായിരുന്നു അള്ളാഹുവിന്റെ റഹ്മത്തിനെ അവർ അകറ്റാനും അള്ളാഹുവിന്റെ ലാനത്ത് അവർക്ക് ഉണ്ടാകാനും കാരണമായി ഭവിച്ചത്. കാനലിൽ വഹ്മി അൻ യദ്ഹബ ഇല അന്നഹും ഖൗമുൻ ഖദ് സുജ്ജില അലൈഹിം ശിഖാ. ഇത് പറയുമ്പോൾ നമ്മുടെ വഹമിന് തോന്നാം, നമ്മുടെ ഒരു തോന്നലിന് ഒരു പിന്നെ ഇത് വരാം. എന്ത് ഇവരെന്ന് പറഞ്ഞാൽ ദൗർഭാഗ്യം പ്രത്യേകമായി അള്ളാഹ് വിധിച്ച ഒരു കൗമാണ് ഇവര്. കാലാകാലം ദൗർഭാഗ്യത്തിന് ഇടയാകേണ്ട ഒരു കൗമാണ്. അമ്മഹും പിന്നെ സുജ്ജില അലൈഹി ശിഖ, അത് അവരെ വ്യാപകമായി അവർക്ക് വന്ന ഒരു സംഗതിയാണ് അള്ളാഹുവിന്റെ അടുക്കൽ തോന്നും. ഖത്താലാമി ഈമാനി അഹദിമിന്നും എന്ന് വെച്ചാൽ അവരുടെ കൂട്ടത്തിൽ ഒരാളും മുഅ്മിനാകാൻ ഒരു പ്രതീക്ഷയില്ല. അങ്ങനെ കുരുത്തം കെട്ട, ഒരിക്കലും ആരും നന്നാവാൻ പോവാത്ത ഒരു മഹാ ലക്ഷണം കെട്ട കൗമാണെന്ന് തോന്നൽ വരും. അതുകൊണ്ടാണ് പറഞ്ഞത് ഫഖലീലം മാ യുഅ്മിനൂൻ, അങ്ങനെ ഒരു തോന്നൽ വേണ്ട. അവരാരും ശരിയാവില്ല, ആരും വിശ്വസിക്കൂല, ആരും മുഅ്മിനാവില്ല, അത്ര കുരുത്തം കെട്ടവർ, അങ്ങനെ വേണ്ട. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു ഫജാ ഖലീൽ ഖൗലുഹു തആല, അള്ളാഹിന്റെ ഖൗൽ ഇങ്ങനെ വന്നു ഫഖലീലം മാ യുഅ്മിനൂൻ യുബയ്യിൻ അന്ന ഹാദൽ വഹ്മ ലാ യസിഹ്. ഇവരെ കുറിച്ചുള്ള ഈ തോന്നൽ, ഇവരൊരിക്കലും നേരാവത്തക്കമെന്നുള്ള ആ തോന്നൽ ശരിയല്ല എന്ന് വ്യക്തമാക്കുന്നു. അന്നത്തിൽ കാല ഇത്തിലാഖ്, ആ തോന്നൽ അതിന്റെ ഇത്തിലാഖിലൂടെ അങ്ങനെ പോകാൻ പറ്റില്ല, അതിന്റെ ആ വഴിക്ക് അങ്ങനെ അവിടെ അയച്ചുവിടാൻ പറ്റില്ല. വന തസീറമാ ദുൽഖറഫി മജ്മൂഇ ഷാബ്, ഈ പിന്നെ ബനൂ ഇസ്രായേൽ സമുദായത്തിന്റെ മൊത്തത്തിൽ പറയപ്പെട്ട കാര്യങ്ങളുടെ തസീർ ഉണ്ടല്ലോ, അത് ലം യസ്തഗ്രിഖ് അഫ്റാദഹു ഇസ്തിഗ്റാഖൻ, ആ സമുദായത്തിന് മൊത്തമുള്ള സ്വഭാവങ്ങളും ലക്ഷണക്കേടൊക്കെ പറഞ്ഞു. എന്നാൽ അത് അവരിൽ ഓരോ ഫർദുകളെയും സമ്പൂർണമായിട്ട് ഉൾക്കൊണ്ട ഒന്നല്ല. അഥവാ അവരുടെ കൂട്ടത്തിൽ എല്ലാ ഫർദും
എല്ലാ വ്യക്തിയും ഈ എല്ലാ ലക്ഷണക്കേടുള്ളവരാണ് എന്നല്ല അർത്ഥം. അമറൽ അക്സരി, മറിച്ച് ഈ പറഞ്ഞ ലക്ഷണക്കേട് അവരിലെ അക്സറിങ്ങളെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതാ എല്ലാവരും എന്നല്ല, മഹാഭൂരിപക്ഷം ഒന്നും. ഇനി ഒരു ചെറിയ സംഘം, ഒരു ഖലീലായ എണ്ണം ആൾക്കാർ അതിന് രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷക്കും വകണ്ട് എന്നാണ് അള്ളാഹ് പറയുന്നത്. അപ്പൊ ഖലീലമ്മ കുറച്ചേ വിശ്വസിക്കുള്ളതാണ്, കുറച്ചാളെങ്കിലും വിശ്വസിക്കും എന്നൊരു പോസിറ്റീവ് കൂടി ഉണ്ടല്ലോ. അപ്പൊ കദാലിക്കാൻ അങ്ങനെ തന്നെ ഉണ്ടായത്. അബ്ദുല്ലാഹി ബിൻ സലാം അള്ളാഹിനെ പോലുള്ള ആൾക്കാർ വന്നു, മുഅ്മിനീങ്ങളായി, ശരിക്കും സഹാബികളായി മാറി. അപ്പൊ ഖലീലാണെങ്കിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയട്ടെ, വഫീഹി മിൻ ദിഖ്ഖത്തിൽ ഖുർആൻ ഫി സിദ്ഖ് വതഹ്ദീദിൽ ഹഖ് മാ ലാ യുഹദ് ഫി കലാമിൻ നാസ്. ഖുർആന്റെ പ്രയോഗത്തിലെ സൂക്ഷ്മത, സത്യം പറയുന്നിടത്തുള്ള അതിന്റെ സൂക്ഷ്മത, അതുപോലെ കൃത്യമായി സത്യത്തെ നിർണയിച്ച് പറയാനുള്ള ഖുർആനിന്റെ ആ വ്യക്തമായ കഴിവ്, ഇത് മനുഷ്യന്റെ കലാമിൽ അറിയപ്പെടാത്ത വിധം, മനുഷ്യന്റെ കലാമിൽ നമുക്ക് ഫെമിലിയർ അല്ലാത്ത വിധമുള്ള അത്ര അക്യുറേറ്റ് ആയി, അത്ര കൃത്യമായി ഖുർആൻ സത്യം പറഞ്ഞിരിക്കുകയാണെന്നുള്ളതാണ്. അതായത് ബനി ഇസ്രായേലിന്റെ ലക്ഷണം കെട്ട സ്വഭാവം കുറെ പറയുമ്പോഴും അവരെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ച് ഒരിക്കലും നന്നാവാത്ത കൗമൻ എല്ലാവരും കൂടി പറയുന്നില്ല. അവരെ കൂട്ടം നന്നാകുന്നവരുണ്ട് എന്നുള്ള സത്യം കുറച്ച് പേരാണെങ്കിലും കുറച്ച് പേര് വിശ്വസിക്കാനുണ്ട് എന്നുള്ള സത്യം വളരെ തഹദീദ് ചെയ്ത് വളരെ നിർണയിച്ച് കൃത്യമായി പറഞ്ഞപ്പോ ഖുർആന്റെ ദിഖ്ഖത്ത്, അതിന്റെ അക്യുറസി ഇവിടെ വ്യക്തമാണെന്നുള്ള. അപ്പൊ 88-ാമത്തെ ആയത്തിൽ നമ്മൾ കഴിഞ്ഞു പോരുകയാണ്. 89-ലേക്ക് വരാം. وَلَمَّا جَاءَهُمْ كِتَابٌ مِّنْ عِندِ اللَّهِ مُصَدِّقٌ لِمَا مَعَهُمْ وَكَانُوا مِنْ قَبْلُ يَسْتَفْتِحُونَ عَلَى الَّذِينَ كَفَرُوا فَلَمَّا جَاءَهُمْ مَا عَرَفُوا كَفَرُوا بِهِ فَلَعْنَةُ اللَّهِ عَلَى الْكَافِرِينَ بِئْسَ مَا اشْتَرَوْا بِهِ أَنفُسُهُمْ أَنْ يَكْفُرُوا بِمَا أَنزَلَ اللَّهُ بَغْيًا أَنْ يُنَزِّلَ اللَّهُ مِنْ فَضْلِهِ عَلَى مَنْ يَشَاءُ مِنْ عِبَادِهِ فَبَاءُوا بِغَضَبٍ عَلَى غَضَبٍ وَلِلْكَافِرِينَ عَذَابٌ مُهِينٌ وَإِذَا قِيلَ لَهُمْ آمِنُوا بِمَا أَنزَلَ اللَّهُ قَالُوا نُؤْمِنُ بِمَا أُنزِلَ عَلَيْنَا وَيَكْفُرُونَ بِمَا وَرَاءَهُ وَهُوَ الْحَقُّ مُصَدِّقًا لِمَا مَعَهُمْ قُلْ فَلِمَ تَقْتُلُونَ أَنْبِيَاءَ اللَّهِ مِنْ قَبْلُ إِنْ كُنْتُمْ مُؤْمِنِينَ. അപ്പൊ ഈ 3 ആയത്തുകളിലൂടെ പറയാൻ പോകുന്നത് അവരുടെ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പുള്ള ചില അവകാശവാദങ്ങളും അതിറങ്ങിയപ്പോണ്ടായ റിയാലിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. ഇന്ന ഖൗലഹു തആല വലമ്മാ ജാഅഹും കിതാബ് ഇലാ മുത്തസിൽ ബിഖൗലിഹി ഖബ്ലഹു ഫഖലീലൻ മാ യുഅ്മിനൂൻ. അവർ കുറച്ചേ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞ ഈ വാക്കിന്റെ തൊട്ട് പിന്നാലെ അതിനോട് മുത്തസിലായിട്ട് വലമ്മാ ജാഅഹും കിതാബ് എന്ന് വന്നിരിക്കുന്നത് വൽമാന അന്നീമാനഹും കാന ഖലീലൻ ഹാല കൗനിഹിം കാനു യന്തദിറൂന നബിയ്യൻ. അങ്ങോട്ടും കൂടി കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഇവര് അവരുടെ തൗറാത്തിലെ വിവരപ്രകാരം ഒരു നബിയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നബി വരാനായിട്ടുണ്ട്, വരേണ്ട കാലമായിട്ടുണ്ടെന്നൊക്കെ ഒരു ബോധ്യമാണ്. അപ്പൊ നബിയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അവരുടെ ഈമാൻ വളരെ ഖലീലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ കിതാബ് മുസദ്ദിഖൻ ലിമാ മഅഹും, നബിയെ മാത്രമല്ല അവരുടെ ആശയങ്ങളെ ബലപ്പെടുത്തുന്ന ഒരു കിതാബും വരാനുണ്ട് എന്നവർക്കറിയാം. അതിനവർ കാത്തിരിക്കുകയാണ്. വകാനു യസ്തഫ്തിഹൂന നബി, ഇത് വെച്ചിട്ട് അവര് വിജയം അവകാശപ്പെടുമായിരുന്നു അല്ലൽ മുശ്രിക്കീങ്ങളുടെ നേരെ. അപ്പൊ മുശ്രിക്കിനോട് പറയും, ഞങ്ങളുടെ ഒരു നബി വരാണ്ട്, ഞങ്ങളെ കിതാബ് പറഞ്ഞ നബി വരാൻ കാലമായിട്ടുണ്ട്, ഇപ്പൊ വരും, വന്നാൽ ഞങ്ങളായിരിക്കും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ കൂടെ വിശ്വസിക്കുന്ന ആൾക്കാർ. എന്നിട്ട് ഞങ്ങൾ നിങ്ങളെ ജോയിന്റ് ആയിട്ട് നിങ്ങളെ പിന്നെ ഇവിടുന്ന് ഇല്ലാതാക്കും. ഇറമ ഗോത്രത്തെ ഒക്കെ അള്ളാഹ് നശിപ്പിച്ച പോലെ നിങ്ങളെ ഞങ്ങൾ മുച്ചോട് നശിപ്പിക്കും എന്നൊക്കെയുള്ള വീരവാദം അവകാശവാദം മുഴക്കും. എന്താണ് യസ്തഫ്തിഹൂന മിൻ ഖബ്ലു ആണ്. യസ്തഫ്തിഹൂന ബിൽ മുശ്രിക്കീൻ ഫകൈഫ ലാ യകൂനു ഖലീലൻ, എങ്ങനെ അത് ഖലീൽ അല്ലാതിരിക്കും? ഔ അഖല്ല, അല്ലെങ്കിൽ എങ്ങനെ അഖല്ലല്ലാതിരിക്കും? ബാദമാ ജാഉ മാ കാനൂ യന്തദിറൂൻ വഅറഫു അന്നഹുൽ ഹഖ്. എന്താണ് അവര് കാത്തിരുന്ന സംഗതി അവർക്ക് വന്നു, അഥവാ നബി വന്നു. അദ്ദേഹം കൊണ്ടുവന്ന കിതാബ് ഹഖ് അവർക്ക് ശരിക്കും ബോധ്യാവും ചെയ്തു. എന്നിട്ടും എന്താണ്ടായി? സുമ്മ കഫറു, എന്നിട്ട് അവർ നിഷേധിച്ചു. അവര് ബോധപൂർവം തള്ളി. അതാണല്ലോ കഫറ വന്നാൽ, അറിഞ്ഞുകൊണ്ട് തള്ളി. അപ്പൊ ഖലീലമ്മ എന്നുള്ളത് വളരെ കൃത്യമല്ലേ? അതാണ്. അപ്പൊ ജുംലത്തു ഹാലിയ,
അപ്പോ വലമ്മ ജാഹം കിതാബ് എന്നുള്ളിടത്തുള്ള ജുംല മൊത്തം ഹാലിയത്താണ്. ഈ ഒരു സമയത്ത് അവരുടെ അവരുടെ ഈമാൻ വളരെ ഖലീലായിരിക്കും. ഇങ്ങനൊരു വ്യാഖ്യാനം. ഇനി മറ്റൊരു വ്യാഖ്യാനം ഈ കണക്ഷൻ ഉണ്ടല്ലോ, അത് നേരത്തെ 12ാമത്തെ വജിഹിലൂടെ കൊണ്ടുവരാം. ഖലീലുമാരി കിതാബ് ഹുനാഹ് വൽ ഖുർആൻ. അപ്പൊ ഇവിടെ പറയുന്ന കിതാബ് ഏതാണ്? ഖുർആനാണ്. തഫ്ഹീമിന് വേണ്ടിയാണത് പറയുന്നത്. മുസദ്ദിഖുൽ ലിമാ മഅഹു, അവരുടെ കൂടെയുള്ള സത്യത്തെ ആശയങ്ങളെ സത്യപ്പെടുത്താനുള്ള ഗ്രന്ഥം, അല്ല എല്ലാം കൂടി പുൾ ചെയ്യാനുള്ള ഗ്രന്ഥമല്ല. മുസദ്ദിഖുൽ ലിമാ മഅഹു മാനവന മുവാഫിഖുൻ ലഹു ഫി തൗഹീദ് വഉസൂലുദ്ദീൻ വമഖാസിദി. അവരുടെ കൂടെ ഉള്ളതിനെ സത്യപ്പെടുന്നു പറഞ്ഞാൽ തൗറാത്ത് പഠിപ്പിച്ച ഉസൂലുദ്ദീൻ, മഖാസിദുദ്ദീൻ, തൗഹീദ്, ഇതിലൊക്കെ ഖുർആൻ അതിനോട് യോജിക്കുന്നുണ്ട് എന്നർത്ഥം. ദീനിന്റെ അടിസ്ഥാന ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അള്ളാഹുവിന്റെ ഏകത്വം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഖുർആനും തൗറാത്തും പറയാനുള്ള ഒന്ന് തന്നെയാണ്. പിന്നെ ഒരു ഇസ്തിഫ്താഹ് ഫീ ഖൗലിഹി വകാനൂ മിൻ ഖബ്ലി യസ്തഫ്തിഹൂൻ. എന്താണ് ഇസ്തിഫ്താഹ്? വിജയാവകാശപ്പെടൽ. മാനഹു തലബുൽ ഫത്ഹ്. ഇസ്തഫ്തഹ, ഇസ്ത എന്ന് കൂട്ടിയാല് അലിഫും സീനും താൻ കൂട്ടിയ സാധാരണ അൽക്ക് മാളി ക്രിയ അതിന്റെ കൂടെ തൊലബ എന്ന് വരും. ഇതുപോലെ ഫത്വ, അഫ്ത, ഇസ്തഫ്ത, ഫത്വ ചോദിച്ചു എന്നുള്ളതാണ്. എന്ന പോലെ അലിഫും സീനും താൻ കൂട്ടിയ തൊലബിന്റെ ഒരു അർത്ഥമാണ് സാധാരണ വരും. ഇവിടെ എന്താണ് ഫത്തഹ്? ഒരു വിഷയത്തിലുള്ള കൃത്യമായ തീരുമാനം, ഹുക്മ്. ഇസ്ലാമിൽ ബൈന നസ്ർ, അതിന് നസ്ർ എന്നുള്ള അർത്ഥത്തിലും പ്രയോഗിക്കും. നസ്ർ വിജയം എന്ന്, പിന്നെ അതിന് ഈ ഫസ്ല് എന്ന് പറയുന്നത് എന്താ? യുദ്ധം ചെയ്യുന്ന രണ്ട് കക്ഷികൾക്കിടയിലുള്ള ഫസ്ലാണത്. അതിലൊരു അന്തിമ തീർപ്പാണ്. ഒരു കൂട്ടർക്ക് വിജയിച്ചാൽ തീരുമാനമല്ലോ, ഫസ്ലായി. അപ്പൊ നസ്ർ ഫസ്ൽ ഇത് രണ്ടും ഒന്നാണത്. ജനഹു യഫ്സുൽ ബൈന മുത്തഹാരിബീൻ എന്നുള്ളതാണ്. കാലത്തിൽ യഹൂദ് തസ്തഫ്തിഹൽ മുശ്രിക്കിൽ അറബ്, മുശ്രിക്കിൽ അറബികളുടെ കൂട്ടത്തിൽ മുശ്രിക്കീങ്ങളോട്, മദീനയിലൊക്കെ ഉണ്ടായിരുന്ന മുശ്രിക്കീങ്ങളോട് ഈ പറഞ്ഞ വിജയം ആവശ്യപ്പെടുന്ന ആൾക്കാരായിരുന്നു യഹൂദികൾ. ആരുടെ പേരിൽ? ബിൻ നബിൽ മുൻതളർ. അവർ കാത്തിരിക്കുന്ന നബിയെ കൊണ്ട് ഞങ്ങൾക്ക് വിജയം ഉണ്ടാവും. യഖൂലൂൻ ഇന്നഹു സയൽഹർ, അവർ പറയും ഇദ്ദേഹം ഇപ്പൊ പ്രത്യക്ഷപ്പെടും. അപ്പൊ യൻസുറു കിതാബഹു അത്തൗഹീദ് അലൈഹി നഹ്നു അലൈഹി, അദ്ദേഹം കൊണ്ടുവരുന്ന കിതാബ് ഉണ്ടല്ലോ, ആ കിതാബ് ഞങ്ങൾ ഉൾക്കൊണ്ട തൗഹീദിനെ സപ്പോർട്ട് ചെയ്യും. വയഖ്ദുലുൽ വസനിയ്യ അല്ലതി തൻതഹിലൂനഹ, നിങ്ങൾ വ്യാജമായി ഒരു അടിസ്ഥാനം ഇല്ലാതെ കൊണ്ടുവന്ന ഈ ബിംബാരാധന സംസ്കാരം ഉണ്ടല്ലോ, അതിന് ആ ഖുർആൻ തീർത്തും പിന്നെ അവഗണിക്കും. ഫയകൂൻ മുഅയ്യിദൻ ലിദീനി മൂസ, അങ്ങനെ ആ ഖുർആൻ, ആ കിതാബ് എന്താവും? മൂസ അലൈഹി സ്വലാം കൊണ്ടുവന്ന ദീനിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒന്നായിട്ട് മാറും എന്നൊക്കെയാണ് അവർ വാദിച്ചിരുന്നത് മുശ്രിക്കീങ്ങളോട്. അഖൂൽ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് അശ്യാഖ് ബിൻ അൻസാർ, അൻസാരികളായ ചില ഷെയ്ഖുമാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് പറയാണ്, അൻഹാദ നസല ഫീഹിം വഫീ യഹൂദിൽ മദീന, ഇത് ഇവരുടെ കാര്യത്തിലും മദീനത്തെ യഹൂദികളുടെ കാര്യത്തിലൊക്കെ ആയിട്ട് അവതരിച്ച പരാമർശമാണ്. ഖാലു, അവർ പറയാണ്, കുന്നാ ഖദ അലൗനാഹും ഖഹ്റൻ ദഹ്റൻ ഫിൽ ജാഹിലിയ്യ വനഹനു അലി ശിർക്കിൻ വഹും അഹ്ലു കിതാബിൻ, ഞങ്ങള് ജാഹിലിയത്തിൽ ഒരുപാട് കാലം അവരുടെ മീതെ അടിച്ചമർത്തിയ ഒരു ആധിപത്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതേസമയത്ത് ഞങ്ങൾ ഷിർക്കിന്റെ ആൾക്കാരാണ്, അവർ കിതാബിന്റെ ആൾക്കാരാണ്. അവർ കിതാബിന്റെ പാരമ്പര്യം, പ്രവാചകന്റെ പാരമ്പര്യമൊക്കെ അവകാശപ്പെടാനുള്ളവർ അവരാണ്. ഞങ്ങൾ വെറും ബിംബാരാധനന്റെ ആൾക്കാരാണ്. എന്നിട്ടും കുറച്ചു കാലം ജാഹിലിയത്തിൽ ഞങ്ങൾ അവരെ മേധാവിത്വം ചെലുത്തി അങ്ങനെ അടക്കി വാണിരുന്നു. ഒഹം യഖൂലുൻ, അപ്പൊ അവർ പറയും, ഇന്ന നബിയൻ സയുബഅസുല്ലാൻ, നിങ്ങളെ മേധാവിത്വമൊക്കെ എപ്പോ നിൽക്കും, ഒരു നബി വരും, അദ്ദേഹം ബാസ് ചെയ്യപ്പെടും. നത്തബിഉഹു, അദ്ദേഹത്തെ ഞങ്ങൾ പിന്തുടരും. ഖദ് അളല്ല സമാനുഹു, അദ്ദേഹത്തിന്റെ കാലം ഇവിടെ തണൽ വിരിച്ചു കഴിഞ്ഞു, അഥവാ കാലം ആയിട്ടുണ്ട്, ഇപ്പൊ വരും. നഖ്തുലുകുമാഹു ഖത്ല ആദിൻ വഇറം, ഇറമു ഗോത്രക്കാരെ, ആദ് ഗോത്രക്കാരെ അള്ളാഹ് ഓരോരുത്തരെയും കൊന്ന് തള്ളിയ പോലെ ഞങ്ങൾ ആ നബിയോടൊപ്പം ചേർന്ന് നിങ്ങളെ യുദ്ധം ചെയ്ത് കൊല്ലന്നെ ചെയ്യും എന്നൊക്കെയാണ് അവർ വാദിച്ചിരുന്നത്. ഇവിടെ പറയാം, ഇബ്നു അബ്ബാസിന് ഫി തഫ്സീർ യസ്തഫ്തിഹൂൻ യസ്തൻസിറൂൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഒരു വ്യാഖ്യാനമായിട്ട് ലഹാക്ക് പറയുന്നത്, യസ്തഫ്തിഹൂന എന്ന യസ്തൻസിറൂന എന്ന വിജയം അവകാശപ്പെടുക, നസ്ർ അവകാശപ്പെടുക. യഖൂലൂൻ, അവർ പറഞ്ഞതിനർത്ഥം നഹ്നു നുഈനു മുഹമ്മദൻ അലൈഹിം, ഈ കാഫിരികൾക്കെതിരിൽ ഞങ്ങൾ മുഹമ്മദിനെ സഹായിക്കും എന്നവർ പറഞ്ഞത്. ഇതാ തത്തിമ്മത്തുഹു ബി തഫ്സീറിൽ ഇമാദ് ബിൻ കസീർ, ഇബ്നു കസീറിന്റെ തഫ്സീറിൽ അതിന്റെ തത്തിമ്മ ഉണ്ട്.
കൽ ബഗവി, എന്നാൽ ഇമാം ബഗവിയെ പോലുള്ള ചില ആൾക്കാർ ഈ വിഷയത്തിൽ ഷാദായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ശരി, വഖാൽ, അദ്ദേഹം പറഞ്ഞ ഇന്നഹും കാനു യഖൂലൂൻ ഇദാ ഹസബഹും അംറുൻ ഔ ദഹമഹും അദുവൻ അല്ലാഹു മൻസൂർനാ അലൈഹിം ബിൻ നബിയിൽ മബ്ഊസ്. അത് ബഗവിന്റെ വ്യാഖ്യാനം എന്താ? ഇവര് അവർക്ക് വല്ല പ്രശ്നം വന്ന് അവരെ അലട്ടിയാൽ അല്ലെങ്കിൽ വല്ല ശത്രുക്കളും അവരെ തകർക്കാൻ വന്നാൽ അപ്പൊ അവര് പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹു മൻസൂർനാ അലൈഹിം, ഞങ്ങളെ സഹായിക്കണേ, ബിൻ നബിയിൽ മബ്ഊസ് ഫി ആഖിരി സമാൻ, അവസാന കാലത്ത് വരാൻ പോകുന്ന നബിയെ കൊണ്ട് ഞങ്ങൾ അവർക്കെതിരെ സഹായിക്കണേ. അല്ലദീ നജിദു സിഫതഹു ബി തൗറാത്തി വൽ ഇൻജീൽ, ആരാണ് അദ്ദേഹം? ഞങ്ങളുടെ സിഫത്ത് തൗറാത്തുൽ ഇൻജീൽ അദ്ദേഹത്തിന് സിഫത്ത് വായിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പൊ അദ്ദേഹം വരാനുള്ള കാലവും സമയമൊക്കെ ആയിട്ടുണ്ട്, സ്ഥലം ഇത് തന്നെയാണ്. അപ്പൊ വക്കാന യൻസുറൂന വഫീഹി റിവായാത്തുല്ലാഹി അൻ ഇബ്നു അബ്ബാസ്, അങ്ങനെ അവർ പ്രാർത്ഥിക്കുകയും വക്കാന യൻസുറൂന, അവർക്ക് ആ നസ്ർ വിജയം കിട്ടുകയും ചെയ്യുമായിരുന്നു എന്നാണ്. ഇനി ഈ വിഷയത്തിൽ ലൈഫായ കുറെ റിവായത്തുകൾ വേറെ ഉണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റേതായിട്ട് വന്നിട്ടുള്ളത് ലം യഅ്റുജ് ഇബ്നു കസീർ അലാ ശൈഇൻ മിൻഹ, ആ ലൈഫ് റിപ്പോർട്ടുകളൊന്നും ഇബ്നു കസീർ കൊണ്ടുവരുന്നതല്ല, അതിന്റെ പിന്നാലെ കൂടുന്നില്ല. വലഅല്ലഹു ലിഅന്നഹ അല ളൗഫി റിവായത്തിഹ മുഖാലഫത ലിറിവായത്തിൽ മഅഖൂല, എന്തുകൊണ്ട് വെച്ചാൽ ഈ റിവായത്തുകൾ ലൈഫാണ്, മഅഖൂലത്തായ റിവായത്തുകൾക്ക് എതിരുവാണവ എന്നുള്ളതിന് പുറമെ ഷാദത്തുൽ മാന, അത് മഅഖൂലത്തായ റിവായത്തിന് മുഖാലിഫാണ്, മാത്രമല്ല സ്വയം ലൈഫാണ് എന്നുള്ളതിന് പുറമെ ഷാദത്തുൽ മാന, അതിന്റെ മാനാണെങ്കിൽ വളരെ വിചിത്രവും വളരെ ഷാദുവാണ്. അതിങ്ങനെ ഒരു വ്യക്തിയുടെ പേര്, അത് നബിയാകുന്ന വ്യക്തി, ആ വ്യക്തിയുടെ പേരിലുള്ള ദുആ എന്ന അർത്ഥത്തിലാണ് ഇസ്തിഫ്താഹിനെ അവർ വ്യാഖ്യാനിക്കുന്നത്. വേറെ റിവായത്താണെങ്കിൽ ബിഹഖ്ഹിനും കൂടി ഉണ്ട്, നബിയുടെ ഹക്ക് കൊണ്ട് അവർ പ്രാർത്ഥിച്ചിരുന്നു എന്നും ചില റിവായത്ത് കാണാം. അത് ഗൈറു മശ്റൂ, ഇത് ശറഈൻ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റിയ ഒരു സംഗതിയല്ല. കാരണം അള്ളാഹുവിന്റെ മേൽ ബാധ്യത വരുന്ന ഒരു ഹക്കും ഈ ലോകത്ത് ആർക്കും ഇല്ല. അള്ളാഹിന്റെ മേൽ ബാധ്യത വരുന്ന രീതിയിലുള്ള ഒരു റൈറ്റ് ഇവിടെ ആർക്കും ഇല്ല. അത് നബിന്റെ ഹക്ക് കൊണ്ട് കണ്ടാൽ ആ ഹക്കാണ് പറഞ്ഞാൽ അള്ളാഹ് അംഗീകരിക്കേണ്ടി വരും എന്നാണല്ലോ ഈ പറയുന്ന സാധുക്കളുടെ വിചാരം. അങ്ങനത്തെ ഒരു റൈറ്റും ഒരു ഹക്കും അള്ളാഹിന്റെ അടുക്കൽ ഒരാൾക്കും ഇല്ല. അപ്പൊ ഇത് ആബിഹി, അങ്ങനെ ഉണ്ടെങ്കിൽ ലാബി വെച്ച് പ്രാർത്ഥിക്കേണ്ടി വരിക അതില്ല. കമാ ഖലിമ അബു ഹനീഫ, ഇതാണ് ഇമാം അബു ഹനീഫയും ബാക്കിയുള്ളവർക്ക് വ്യാഖ്യാനിച്ചു. كذلك قال ابن جرير لم يذكر شيئا من رواية الدعاء بحقه, നബിയുടെ ഹക്ക് കൊണ്ടുള്ള ദുആ എന്ന റിവായത്ത് ഒറ്റൊന്നും ഇബ്നു ജരീർ തബരി സ്വീകരിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. വലിസ്തിൻസാർ ബിശ്ശഖ്സിഹി, നബിയുടെ വ്യക്തിത്വത്തിന്റെ പേരിലുള്ള പ്രാർത്ഥന, നബി എന്ന ഷഖ്സിനെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രാർത്ഥന, ഇസ്തിൻസാർ വിജയ പ്രാർത്ഥന ഇമാം ഇബ്നു ജരീർ ഉദ്ധരിച്ചിട്ടേ. ബൽ അഖറ ഇദ്ദൽ റിവായത്ത്, എന്നാൽ റിവായത്തുകൾ അനവധി അദ്ദേഹം പറയുന്നുണ്ട്. ഫി അന്നഹും കാനു യദ്ഉന അല്ലാഹ്, അവർ അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു. ബിഅൻ യബഅസഹു, ആ നബി ഒന്ന് നിയോഗിക്കണേ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട്. എന്തിനു വേണ്ടി? ലിയഖ്തുലൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളൊക്കെ പണി കഴിക്കാൻ ആ നബി ഒന്ന് ബാസാക്കണം, നിയോഗിക്കണേ എന്ന് അവർ പ്രാർത്ഥിച്ചിരുന്നു. അന്നഹും കാനു യർജൂന അൻ യകൂന മിൻഹും, വേറെ ചില റിവായത്തിൽ കാണാം അത് അവരെ കൂട്ടത്തിൽ നിന്നാവണം എന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. അഥവാ ഇസ്ഹാഖ് പരമ്പരയിൽ നിന്നാവണം എന്നവർ വിചാരിച്ചിരുന്നു. അങ്ങനെ ആവുന്നതാണ് അവർ കരുതിയിരുന്നതും. പക്ഷെ ഇസ്മായിൽ പരമ്പരയിലാണെന്നുള്ളതാണ് അവരുടെ കെറൂവിന് കാരണമായത്. അതാണ് അവർ എതിരാളികളായിട്ട് മാറാനും ഇടയാക്കിയത്. ഇവിടെ കലാമ് കിതാബ് വരുന്നതിന്റെ കാര്യത്തിലാണ്, അല്ല റസൂൽ വരുന്ന കാര്യത്തിലല്ല. ഖരീബൻ, അദ്ദേഹം വരുന്നു അടുത്ത കാലത്തുള്ളത് പറഞ്ഞിട്ടുണ്ട് കിതാബുകളിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ മജീലല്ല, കിതാബിന്റെ മജീലാണ് ഇവിടുത്തെ സംസാരം. അല്ല അന്നഹുമ മുത്തലാസിമത്തൻ, എന്നാ രണ്ടും പരസ്പര ബന്ധിതമാണ്. നബി വരുമ്പോഴേ കിതാബ് ഉണ്ടാവുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ കിതാബായാലും നബി ആയാലും രണ്ടും മുത്തലാസിമാണ്. പിന്നെ അവർക്ക് പരിചിതമായ ഫെമിലിയറായ ആ സംഗതി വന്നപ്പോൾ അവര് അതിൽ നിഷേധം ഉൾക്കൊണ്ടു എന്നുണ്ടല്ലോ. അതെന്താ? അള്ളാഹ് ആവർത്തിച്ച് പറയാം. അപ്പൊ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതെന്താണ്? കഫറൂബിഹി എന്നുള്ളതാണ്. അവര് നിഷേധിച്ചു. ഇവിടെയും അതന്നെ കഫറൂബിഹി എന്നാണ്.
ജുഹൂദൻ ബഗിയൻ. എന്തുണ്ടായത്? അന്നഹു റാഅഹും കൗനുഹു ബുഇസ ഫിൽ അറബ്. അദ്ദേഹം അറബികളെ കൂട്ടത്തിൽ നിയോഗിക്കപ്പെട്ടു എന്നുള്ളത് അവർക്ക് വല്ലാത്തൊരു ഭീതി ഉണ്ടാക്കി. ഫഹസദുഹു, അതുകൊണ്ട് അദ്ദേഹത്തോട് അവർക്ക് അസൂയയായി. ഫഹമലഹുൽ അസദു അലൽ കുഫ്രി ബി, ഈ അസൂയ അവരെ അദ്ദേഹത്തെ തള്ളിപ്പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. അപ്പോ അവർ വിചാരിച്ച കുടുംബത്തിനും തറവാട്ടിനും ബന്ധിരാന്നുള്ള മാത്രം, അല്ലാതെ നബിയുടെ അടയാളങ്ങളെ പറ്റിയോ നബിയുടെ ദൗത്യത്തെ പറ്റിയോ ഒന്നും ഒരു സംശയം അവർക്കില്ല. കൃത്യമായിട്ട് അവർക്ക് ബോധ്യമുണ്ട്. പക്ഷെ ഈ ഒരു വൈര്യനിര്യാതന ബുദ്ധി അവരെ നിഷേധികളാക്കി മാറ്റി. ജിഹൂദൻ വ ബാഗിയ, അത് നിഷേധമായിട്ടും പിന്നെ അതിക്രമമായിട്ടും അങ്ങനെ തന്നെ അവർ കുഫ്ർ സ്വീകരിച്ചു. അപ്പോഴെന്തായി? ഫസുജ്ജിലത് അലൈഹിമുൽ ലഅന, അള്ളാഹുവിന്റെ ലാനത്ത് അവർക്ക് തസ്ജീൽ ചെയ്യപ്പെട്ടു, അവർക്ക് വേണ്ടി റെക്കോർഡ് ചെയ്യപ്പെട്ടു, അവർക്ക് വേണ്ടി അത് രേഖപ്പെടുത്തപ്പെട്ടു. ഏത് ലാന? അല്ലത്തി അസ്വാബത്തുഹും ബി കുഫ്രിഹിമുൽ അവ്വൽ, അവരുടെ ആദ്യത്തെ കുഫറിന്റെ പേരിൽ അവർക്ക് ബാധിച്ച ആ ലാനത്ത്. ബിഅന്നൽ കുഫ്റ സാറ വസ്ഫൻ ലാസിമൻ ലഹും, എന്തുണ്ടായത്? കുഫർ എന്നുള്ളത് അവരുടെ കൂടപ്പറപ്പായ ഒരു വസ്ഫായി മാറി എന്നുള്ളതാണ് ഉണ്ടായത്. വലിദാലിക ഖാൽ, അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത് ഫലാനത്തുല്ലാഹി അലൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് അല്ലാഹു ലാനത്ത്. അപ്പൊ അവിടെ കാഫിരീൻ എന്ന് പറഞ്ഞാൽ ഇവരെ പറ്റിയാണ്. വലം യഖുൽ അലൈഹിം, ഫലാനത്തുല്ലാഹി അലൈഹിം എന്ന് പറയാതെ അലൽ കാഫിരീൻ എന്ന് പറഞ്ഞു. ലിഅന്നൽ മുൽഹിർ ലിഅന്നൽ മൽഹർ അബ്ലഗു വഅം വഅശ്മൽ. ഇവിടെ അവര് എന്ന് പറഞ്ഞ ലമീർ പറഞ്ഞാലും ശരിയാ, പക്ഷെ അത് പറയാതെ അലൽ കാഫിരി എന്ന് പറഞ്ഞത് ഈ രംഗം കൂടുതൽ ബാലിഗാണ്, ബലീഗാണ്, ആമാണ്, ഷാമിലാണെന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ കൂടുതൽ ആശയ സമ്പുഷ്ടതയുള്ള, വ്യാപ്തിയുള്ള, വളരെ ബലീഗായിട്ടുള്ള ആശയ സമ്പുഷ്ടതയും സാഹിത്യ മേന്മയൊക്കെ ഉള്ള ഒരു പ്രയോഗമാണ് ഇവിടെ. അതാണ് വിഷയം. പിന്നെ അവരുടെ റഈ ഫാസിദാവാനുള്ള കാര്യം നമ്മൾ വിവരിച്ചു. അവരുടെ കുഫറിന്റെ ഇല്ലത്തും സബബും പറഞ്ഞു. ബി സമസ്തറൂ ബിഹി അൻഫുസുഹും അൻ യക്ഫുറു ബിമാ അൻസലല്ലാഹ്. എന്താ അവർക്ക് വലിച്ചത്? അവര് വാങ്ങിയ ഒരു സംഗതി, അവർ വാങ്ങിയ ഒരു സാധനം എത്ര ചീത്തയായതാണ്. അൻ യക്ഫുറു ബിമാ അൻസലല്ലാഹ്, അള്ളാഹു ഇറക്കിയതിനെ നിഷേധിക്കുക എന്നുള്ളതാണ് അവർ വാങ്ങിയത്. അവർ വില കൊടുത്ത് വാങ്ങിയത് എന്താണ്? നിഷേധം. ആ നിഷേധം എത്ര മോശമായ ഒരു ചരക്കാണെന്നുള്ള. അവര് വാങ്ങിയിട്ടുള്ള സംഗതി എത്ര മോശം. എന്താണത്? കുഫ്റുഹും ബിമാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ച കിതാബിനെ കുറിച്ചുള്ള അവിശ്വാസം. എന്താ അവതരിപ്പിച്ചത്? മുസദ്ദിഖൻ ലിമാ മഅഹും, അവരുടെ തൗറാത്തിൽ എന്തുണ്ടത് അതിനെ സത്യപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിയ കിതാബാണ്, അതിനെ അവർ അവിശ്വസിച്ചു. കമാക്കറിയത്തോട് അവർ കാത്തിരിക്കുന്ന അങ്ങനെയായിരുന്നു. ആ കാത്തിരിക്കുന്നതാണ് ഇപ്പൊ അവർ തന്നെ സ്വീകരിക്കാതായത്. ഇസ്തറ എന്നുള്ള വാക്കിനെ പറ്റിയാണ്. ഇത് പലർക്കും നമ്മൾ കേൾക്കാറുണ്ട്. ഷറ എന്നുള്ളത് വിറ്റു എന്നും ഇസ്തറ എന്നുള്ളത് പിന്നെ വാങ്ങി എന്നുള്ള അർത്ഥം നമ്മൾ സാധാരണ കേൾക്കുന്നതാണ്. എന്നാൽ ഇവിടെ പറയുന്നത് ഷറായും ഇസ്തറായും രണ്ടും എന്ത് ചെയ്യാം? ബാ എന്നുള്ള അർത്ഥത്തിൽ, വിറ്റുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കാം. ഷറൈത്തു ഷെയ്അ എന്നാലും ഇസ്തറൈത്തു ഷെയ്അ എന്നാലും രണ്ടും വിറ്റു എന്നുള്ള അർത്ഥവും കൂടി വരാറുണ്ട്. പിന്നെ ഇബ്താഅഹു, അത് സ്വീകരിച്ചു എന്നുള്ള അർത്ഥത്തിലും വരും. ഹർഫ യദുല്ലു അലൽ മുആവള, കാരണം ഈ ഹർഫ് മുആവളത്തിന് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും പകരം വരാൻ പറ്റിയതാണ്. വാങ്ങിയുള്ള അർത്ഥത്തിനും പറ്റും, വിറ്റുള്ള അർത്ഥത്തിനും പറ്റും, ഇവളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റും. വഖദ് ദഹബ ജംഹൂറുൽ മുഫസ്സിരീൻ ഇലാ ഇസ്തറൗ ഹുന ബിമാന ബാഉ. മുഫസ്സിരീങ്ങളിൽ വലിയൊരു വിഭാഗം, ജംഹൂർ, ഇവിടെ പറയുന്നത് ഇസ്തറൗ എന്ന് പറഞ്ഞാൽ അവര് വാങ്ങി എന്നല്ല, അവര് വിറ്റു എന്നാണ്. എന്ന് വെച്ചാൽ ഇന്നഹും ബദലു അൻഫുസഹും വബാഉഹ, അവരെ തന്നെ ചെലവഴിച്ചു, അവരെ തന്നെ വിറ്റു. ബിമാ ഹറസു അലൈഹി മിനൽ കുഫർ, അവർ ആഗ്രഹിച്ച കുഫറിന് വേണ്ടിയിട്ട്. അവർ വളരെ താല്പര്യം കാണിച്ച് വാങ്ങിയത് കുഫറാണ്. ആ കുഫർ സ്വീകരിച്ചുകൊണ്ട് അവരെ സ്വയം വിറ്റു, അവരെ സ്വത്തും അവരില്ലാതാക്കി എന്ന് പറയില്ല നമ്മള്. ബഗിയൻ വഹസദൻ ലിന്നബി, കാര്യം എന്താ? നബിയോടുള്ള ആ വിദ്വേഷവും അസൂയയും. ഇതുകൊണ്ട് അവരെ തന്നെയാണ് വിറ്റ് തുറച്ചത് നിർത്തം. പിന്നെ വഹബ്ബൻ ഫി റിയാസ, നേതൃമോഹം, നേതൃത്വം കിട്ടാനുള്ള ഹബ്ബ്. വഇതിസാസും ബിൽ ജിൻസിയ്യ, പിന്നെ വർഗത്തിന്റെ പേരിലുള്ള ആ ഇജ്ജത്തിന്റെ ഭാവം. ഞങ്ങൾ ഒരു പ്രത്യേക വർഗമാണ്, അള്ളാന്റെ പ്രത്യേക ഇഷ്ടക്കാരാണെന്നൊക്കെ പറഞ്ഞ ആ വർഗ ചിന്ത ഉണ്ട്, വർഗീയ ചിന്ത. ഇതല്ല ബിമാക്കാനിൽ കുല്ലി മിനൽ ഉസ്സാവൽ മർഊസീൻ മിനൽ മനാഫിൽ മുത്തബാദല ഫിൽ മുഹാഫള അലൈഹിമ. പിന്നെ നേതാക്കന്മാരായാലും പിന്നെ അനുയായികളായിരുന്നാലും അവർക്ക് രണ്ടു കൂട്ടർക്കും ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറ്റം ചെയ്യുന്ന മൻഫഅത്തുണ്ട്.
ഇത് സംരക്ഷിക്കുമ്പോൾ. അതാ കുല്ലുഹു യുഅദ്ദു സമനൽ അൻഫുസിഹിം അല്ലതി ഖസറുഹാ ബിൽ കുഫർ. ഇതെല്ലാം തന്നെ കുഫർ കൊണ്ട് അവർ നഷ്ടപ്പെടുത്തിയിട്ടുള്ള അവരുടെ സ്വന്തം നഫ്സ് ഉണ്ടല്ലോ, ആ നഫ്സിന്റെ സമനായിട്ടുണ്ടാകും. കുഫറിലൂടെ സ്വയം ഇല്ലാതാക്കി കഴിഞ്ഞ, സ്വയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞ അവരുടെ ആ നഫ്സ്, ആ വ്യക്തിത്വം, അതിന്റെ സമനാണ് ഇതൊക്കെ. ഹത്താ കനഹും ഫഖദൂഹാ കമാ യഫ്ഖദുൽ ബാഇഉൽ മബിയ. ഒരു ബാഇഇനെ മബിയ ഇല്ലാതാകുന്ന പോലെ, വിൽക്കുന്ന ആൾക്ക് അയാളുടെ കയ്യിൽ നിന്ന് മബിയ പോവല്ലേ, പിന്നെ മുഷ്തരിന്റെ കയ്യിലാണല്ലോ വരുന്നത്. അഥവാ വിൽക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ആളുടെ കയ്യിലേക്ക് പോവാണ്. അവർ ബാഇഇന് മബിയ, കച്ചവടക്കാരന് കച്ചവട വസ്തു കയ്യിൽ നഷ്ടമായി പോകുന്ന പോലെ അവർക്ക് അവരുടെ സ്വന്തം നഫ്സ് നഷ്ടമായി പോയി. പിന്നെ ബിൻ ജരീർ വലിഹൻ നാഹർ, ഈ ജരീർ തബരി മറ്റൊരു ന്യായം കൂടി പറയാണ് ഇവിടെ. ഇഷ്തറൗ എന്ന് പറഞ്ഞാൽ ഇബ്താഉ, അവര് പിന്നെ വാങ്ങി. ഐ ഇന്നഹും ജഅലു അൻഫുസഹും സമനൻ ലിൽ കുഫർ, കുഫറിനുള്ള വിലയായിട്ട് അവരെന്നെയാണ്, അവർ തന്നെ വെച്ചത് എന്നർത്ഥം. അത് ദുക്റത്തില്ലത്തു ഹാനിഫൻ, ആ കുഫറിന്റെ കാരണം തൊട്ടുമ്പ് പറഞ്ഞു. അപ്പൊ കാരണം തൊട്ടുമ്പേ പറയപ്പെട്ട കുഫർ ഉണ്ടല്ലോ, ആ കുഫറിനുള്ള വിലയായിട്ട് അവരെ തന്നെ വെച്ചു. അപ്പൊ ഇബ്താഉ എന്നുള്ള അർത്ഥത്തിലാവാം എന്ന്. ജിയാദ അലാ മാനൽ മുആവള. എന്നാൽ സാധാരണ ഒരു കൊടുക്കൽ വാങ്ങൽ എന്നുള്ളതിൽ അപ്പുറത്ത് ഒരു പകരം അങ്ങോട്ടും കൊണ്ട് സ്വീകരിക്കാനുള്ള ഒരു ജിയാത്തുൽ മാന ഇതിലുണ്ട്. അന്നഹും ഖദ് അൻഖദു അൻഫുസഹും ബിദാലിക്കൽ കുഫർ. അപ്പൊ അവര് ആ കുഫർ കൊണ്ടാണ് അവരെ സ്വയം രക്ഷപ്പെടുത്തിയത് എന്ന്. ഇന്നഹും യസ്അമൂന ദാലിക വയദ്ദഉനഹു ഫില്ലാഹ്, എന്നുവെച്ചാൽ രക്ഷയാണ് എന്ന് അവർ സ്വയം പാലിക്കുന്നു, അങ്ങനെ അവർ വിചാരിക്കുന്നു. വൈൻ കാനു ഫിൽ ബാത്തിൻ ഖദ് അറഫു അന്നമ ജാഅഹും മുഹ്ലഖ് അലൈഹി കാനു. എന്നാൽ അവരുടെ ഉള്ളുകളിൽ എന്താണ്, അവരുടെ മനസ്സിൽ ബാത്തിലുള്ള വ്യക്തമായ ബോധ്യം, ഈ വന്ന നബി ശരിക്കും നബി തന്നെയാണ്, അദ്ദേഹം കൊണ്ടുവന്ന കിതാബിന് അള്ളാന്റെ കിതാബ്. അവർക്ക് നന്നായിട്ടറിയാം. വനഹും യാരിഫൂനഹു കമാ യാരിഫൂന അബ്നാഅഹും, സ്വന്തം മക്കൾ അറിയുന്ന പോലെ അവർക്ക് നബിമാരെ ബോധ്യമാണ്. വലാകിന്നഹും യക്തുമൂൻ, പക്ഷെ അവര് ഇതറിഞ്ഞിട്ടും സത്യം മറച്ചു വെക്കുകയാണ് എന്നർത്ഥം. وقد فهم بما تقدم معنى قوله تعالى باغيا أن ينزل الله من فضله على من يشاء من عباده. അള്ളാഹു തന്റെ ഔദാര്യം, അല്ലെങ്കിൽ തന്റെ അനുഗ്രഹം താൻ പ്രത്യേകം ഉദ്ദേശിക്കുന്ന അബദികൾക്ക് ഇറക്കി കൊടുക്കുന്നതിലുള്ള വിദ്വേഷം, അതിലുള്ള നമ്മളെ ഭാഷ എന്ന കുയിന്ത്, അതാണ് അവർക്ക് ഉണ്ടായത്. ബഹുവത്ത് അരിയിലി കുഫരിഹിം ലാൻ ഷിറാഹിം. ഇത് വാസ്തവത്തിൽ അവരുടെ കുഫറിന്റെ കാരണമാണ്, അല്ല ഷിറാഹിന്റെ അല്ല. ഐ കഫറു ബിഹി ലി മഹ്ദിൽ ബാഗി. അവർ നബിയെ എതിർക്കാൻ, അഭിഷേചിക്കാൻ കാരണം ബാഗി തന്നെ, മഹദാണ് അത് തന്നെ എന്നുള്ളതാണ്. അത് അസാറഹുൽ ഹസദ്, ആ ബാഗിൽ അങ്ങനെ ഉണ്ടായി, അതിനെ ഇളക്കി വിട്ട ഹസദാണ്. അപ്പൊ ഹസദ് കാരണം ബാഗി ഉണ്ടായി. കറാഹത്താൻ യുനസിൽ അല്ലാഹുൽ വഹ്യ, എന്താ ഹസദ്? അള്ളാഹു ഇറക്കി കൊടുക്കുന്നതിലുള്ള അവരുടെ വെറുപ്പ്. മിൻ ഫദ്ലിഹി, അള്ളാഹിന്റെ ഫദ്ല്, മുഖ്തല്ലാ മശിയത്തി, അവന്റെ മശിയത്തനുസരിച്ച്. അള്ളാഹു അവന്റെ ഔദാര്യം അവന്റെ മശിയത്തനുസരിച്ച് ഇറക്കി കൊടുക്കും, വഹിയാകുന്ന ഔദാര്യം, അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അതിനോടുള്ള കറാഹത്ത്. വായു ബാഗിൻ അഖ്ബഹു മിൻ ബാഗി മൻ യുരീദു അൻ യഹ്ജുറ അലാ ഫദ്ലില്ലാഹി വയഫീദ റഹ്മതഹു ഫലാ യർളാ മിൻ അൻ യജഅൽ അൽ-വഹയ ഫി ആലി ഇസ്മാഈൽ കമാ ജഅല ഫി ആലി അഖി ഇസ്ഹാഖ്. എന്തൊരു ബാഗിയാണ്! വായു ബാഗിൻ അഖ്ബഹ്, ഏറ്റവും വൃത്തികെട്ട ഒരു അതിക്രമം വേറെ ഏതാ ഇതിനേക്കാൾ? മിൻ ബാഗി മൻ യുരീദ്, ഇങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരാളുടെ ബാഗിനേക്കാൾ. എന്താണ് ഉദ്ദേശിക്കുന്നത്? അൻ യുഹജ്ജിറ അലാ ഫദ്ലില്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് തടസ്സം ഉണ്ടാക്കുക. ഹജർ തടസ്സം വരുത്തുക. വയുഖയ്യിദ റഹ്മത്തഹു, യുഫീദല്ല, വയുഖയ്യിദ റഹ്മത്തഹു, അള്ളാഹുവിന്റെ റഹ്മത്തിന് ഖൈദ് വെക്കുക, അതിന് ഖൈദ് വെക്കുക. ഫലാ യർളാ മിൻഹു അൻ യജഅല അൽ-വഹയ ഫി ആലി ഇസ്മാഈൽ കമാ ജഅല ഫി ആലി ഇസ്ഹാഖ് ഫി ആലി അഖി ഇസ്ഹാഖ്. അപ്പോ ഇസ്മായിൽ അലി ഇസ്ലാമിന്റെ പരമ്പരയിൽ നിന്നൊരു നബി വരുന്നത്, അഥവാ അവിടെ അള്ളാഹു വഹി വെക്കുന്നത് അവർക്ക് ഇഷ്ടമാകുന്നില്ല. എന്നാൽ ഇസ്ഹാഖ് പരമ്പരയിൽ, ഇസ്മായിൽ നബിയുടെ മറ്റൊരു സഹോദരൻ ഇസ്ഹാഖ്, അദ്ദേഹത്തിന്റെ പരമ്പരയിൽ വന്ന പ്രവാചകന്മാരാണ് ബനി ഇസ്രായേലിലെ എത്രയോ പ്രവാചകന്മാർ. അവരൊക്കെ അവരൊറ്റ ആളെങ്കിലും ഇസ്മായിൽ കുടുംബത്തിൽ നിന്നതിന് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇവിടെ ഖറബിന് കസീർ അബു അംർ യുനസ്സിൽ ബഗിൻ അൻ യുനസ്സിൽ അല്ലാഹു, യുനസ്സിൽ എന്നുള്ളത് ഇബ്നു കസീറിന്റെ അബു അംറിന്റെ യൻസിൽ തഖ്ഫീഫായിട്ട് യുൻസിൽ ബഗിൻ അൻ യുൻസിൽ അല്ലാഹു. നസ്സല അല്ല, അൻസല യുൻസിലാണ് അവരുടെ ഖിറാഅത്ത് ബിതഖ്ഫീഫ് മിനൽ ഇൻസാൽ. അൻസല യുൻസിൽ ഇൻസാൽ, അതിനുള്ള ക്രിയയാണ് അവർ ഉപയോഗിച്ചത്. എന്നാൽ ബാക്കിയുള്ളവരൊക്കെ ഓതിയ ബി തശ്ദീദ് മിന തൻസീൽ, നസ്സല യുനസ്സിൽ തൻസീൽ ബഗിൻ അൻ യുനസ്സിൽ അല്ലാഹു. അപ്പൊ തൻസീൽ മസ്ദറായിട്ട് വരുന്ന നസ്സല യുനസ്സിൽ, അതിലെ മുളാരിയാണ് ഇവിടെ അൻ യുനസ്സിൽ അല്ലാഹു എന്ന് എല്ലാവരും ജുംഹൂർ പറയുന്നു. എന്നാൽ പ്രസിദ്ധരായ ഇബ്നു കസീറും
അബു അംറു എന്ത് ചെയ്യുന്നു? തഖ്ഫീഫാണ് അവിടെ എന്ന് പറയുന്നു. പിന്നെ ഗളബിന്റെ മീതെ വീണ്ടും ഗളബ് അവര് ആയിട്ട് മടങ്ങി. ഏതാണ് ഗളബ്? നബിയെ മുഹമ്മദ് നബിയെ അവിശ്വസിക്കുക വഴി പുതുതായിട്ട് അവരുണ്ടാക്കിയ ഗളബാണ് ഒന്ന്. ഏത് ഗളബിനേക്കാൾ? മുമ്പേ അവർക്ക് വന്നു ചേർന്ന ഗളബുണ്ട്. എങ്ങനെ വന്ന? മൂസ അലൈഹി സ്വലാം മൂസാ നബിയെ ഇടങ്ങാറാക്കുകയും അദ്ദേഹത്തിൽ അവിശ്വസിക്കുകയും ചെയ്ത് മുഖേനുണ്ടായ അവരുടെ ഗളബ് ആദ്യം തന്നെ അള്ളാന്റെ ഗളബ്. ആ ഗളബ് നിലനിർത്തി അതിനേക്കാൾ മീതെ ഈ ഗളബും കൂടി, നബിയെ അംഗീകരിക്കാത്ത ഗളബും കൂടി അവർ വാങ്ങി. എന്നുണ്ടല്ലോ, അവർക്ക് അപമാനവും നിന്ദയും അടിച്ചേൽപ്പിക്കപ്പെട്ടു. അള്ളാന്റെ ഗളബുമായിട്ട് അവർ മടങ്ങി. ഈ ഇരട്ട ഗളബ് പറഞ്ഞതിന് ശേഷം അള്ളാഹു അവരെ താക്കീത് അറിയിക്കുകയാണ്. നിന്ദ്യമാക്കുന്ന, മാനം കെടുത്തുന്ന അദാബുണ്ട് കാഫിര്യങ്ങൾക്ക്. എന്ന് വെച്ചാൽ മഖ്റൂനും ബിൽ ഇഹാന വൽ ഇദ്ലാൽ, മാനക്കേട് ഉണ്ടാക്കുക എന്നുള്ളതുമായി വളരെ അഭേദ്യ ബന്ധമുള്ള അദാബ്, ഒരു അദാബല്ല. അപ്പൊ നേരത്തെ പറഞ്ഞ ആയത്തിന്റെ മാന പോലെയായി. അപ്പോ റംബ് ആവർത്തിച്ചപ്പോ ജസ അതേപടി ആവർത്തിച്ചു എന്ന് പറയാം. ഒരേ പാപം അവർ ആവർത്തിച്ചപ്പോ അതിനുള്ള ജസാവ് ആവർത്തിച്ചു. വലിൽ കാഫിരീൻ വലം യഖുൽ വലഹും, അള്ളാഹ് വലഹും എന്ന് പറയാതെ വലിൽ കാഫിരി എന്ന് പറഞ്ഞു. അത് ലിമാഫിൽ മൗഹർ മിൻ ബയാനി താലീം ബിൽ വസ്ഫ് അലൈഹി സജ്ജലഹു അലൈഹി. ഇവർക്ക് ഈ കുഫ്ർ എന്നുള്ള ഈ വസ്ഫുണ്ടല്ലോ, അള്ളാഹു അവർക്ക് രേഖപ്പെടുത്തി. അതാണ് അതിന്റെ ഇല്ലത്തായിട്ട് പറയുന്നത്. അത് വരുത്താൻ വേണ്ടിയ വലിയ കാഫിരീന എന്ന് പറഞ്ഞത്. കുഫറിന്റെ ആൾക്കാർ കാഫിരീൻ വ്യക്താണല്ലോ. കമാ തഖദ്ദമാനിഫ് വഹാദൽ അദാബ് മുത്ലഖ് യശ്മൽ അദാബ് ദുനിയ വൽ ആഖിറ. ഇവിടെ അള്ളാഹ് പറയുന്ന അദാബ് ദുനിയാവിലെ അദാബും ആഖിറത്തുൽ അദാബും സമഗ്രമായിട്ട് ഉൾക്കൊള്ളുന്ന വിശാലർത്ഥത്തിലുള്ള അദാബാണ്. വഖദ് തഖദ്ദം അന്ന ദുനൂബൽ ഉമം തത്ബഅഹ ഉഖബതുഹ ഫിദ് ദുനിയ. സാധാരണ മുമ്പേ വന്നൊരു കാര്യമാണ്, ഏതൊരു ഉമ്മത്തും ദമ്പി ചെയ്താൽ ആ ഉമ്മത്തിനുള്ള ശിക്ഷ ദുനിയാവിന് തൊട്ട് പിന്നാലെ വരാറുണ്ട്. എന്നഹ അസറും തബീബിയില്ല, കാരണം അതതിൻ്റെ ഒരു സ്വാഭാവികമായ അസറാണ്. ഇവിടെ അള്ളാഹു ഇങ്ങനെ വെച്ചത് ഒരു ഗുണപാഠമാക്കാൻ വേണ്ടിയാണ്. ആർക്ക് പടം പഠിക്കാൻ? പിൻഗാമികളായുള്ള ആൾക്കാർ ഇതിൽ നിന്ന് അദബ് പഠിക്കും. മുൻഗാമികൾക്ക് ബാധിച്ച് കണ്ടുകൊണ്ട് അദബ് പഠിക്കും. അതിനുവേണ്ടി ഗുണപാഠം പഠിക്കാൻ വേണ്ടി മുൻഗാമികൾക്ക് ഉണ്ടായ അനുഭവം പിൻഗാമികൾക്ക് ഗുണപാഠമായിട്ട് വെച്ചതാണ്. ഇത് തന്നെയാണ് വ്യക്തികളുമായി തുലനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ താരതമ്യം ചെയ്യുമ്പോൾ പരലോകത്തിന്റെ ശിക്ഷയിൽ വരാൻ പോകുന്ന കാര്യം. പിന്നെ അദാബ കുല്ലി ഷഖ്സ്, ഈ ലോകത്തിന് അവിടെ ചെല്ലുമ്പോൾ ഓരോ വ്യക്തിക്കുള്ള അദാബുണ്ടല്ലോ. ഇന്നമാ യകൂനു ബിഹസ്ബി തഅ്സീരിൽ ജഹൽ ഫി അഖ്ലിഹി വഫസാദിൽ അഖ്ലാഖ് വസൂൽ അമാൽ ഫി നഫ്സിഹി. ഒന്ന്, അയാളുടെ വിവരക്കേടിന്റെ തഅ്സീർ അയാളുടെ ബുദ്ധിയിൽ എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നോക്കും. പിന്നെ അയാളുടെ ഖുലുഖ് എത്രമാത്രം മോശമായിരുന്നു എന്നുള്ളത് നോക്കും. പിന്നെ അയാളുടെ അമലുകൾ എത്രത്തോളം സയ്യി ആയിരുന്നു, സ്വന്തം അമൽ ചെയ്ത ആ അമലൊക്കെ എത്ര സയ്യി ആയിരുന്നു. അപ്പൊ ആ സൂഖിനനുസരിച്ചും ഈ ഖുലുഖിന്റെ ഫസാദ് അനുസരിച്ചും അതുപോലെ അവരുടെ അക്കലിലെ ജഹലിന്റെ ഇൻഫ്ലുവൻസ് അനുസരിച്ചൊക്കെ ആയിരിക്കും ഓരോരുത്തർക്കും അള്ളാഹു ശിക്ഷ കൊടുക്കുക. അല്ലാതെ എല്ലാവരും ഒരേ താപ്പ് കൊണ്ട് അളക്കല്ല ചെയ്യുക. ഒരു സമുദായത്തൊന്നടകം ഒരേ നിലവാരത്തിൽ അങ്ങനൊന്നല്ല. ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെയാണ് അള്ളാഹു കൃത്യമായി അണപൈ തീർത്ത് കണക്കാക്കിയിട്ട്